അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ആദരണീയനായ അധ്യക്ഷൻ, ചെറിയ സമയത്തിനുള്ളിൽ വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകി നമ്മോട് സംസാരിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുജാഹിദ് ബാലുശ്ശേരി, ആമുഖ ഭാഷണം നിർവഹിച്ച എൻ്റെ അനിയ സുഹൃത്ത്, ഈ പ്രദേശത്തെ ജ്യേഷ്ഠാനികന്മാരെ, കാക്കക്കരണവന്മാരെ, മാതൃതിൽ തുല്യരായ ഉമ്മമാരെ, റോഡിൻ്റെ ഓരങ്ങളിൽ നിന്നുകൊണ്ട് നേരത്തെ സംസാരിച്ച സംസാരത്തെയും ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംസാരത്തെയും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, സദസ്സിലേക്ക് വന്നിരുന്ന് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ മതത്തെക്കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഇൽമിൻ്റെ ദീനിൻ്റെ മജ്ലിസിലേക്ക് വന്നിരിക്കണം എന്ന് ഞാൻ ആമുഖമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. സർവശക്തനായ അള്ളാഹു ഇതൊരു പുണ്യകർമ്മമായി, സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഓരോ സംസാരങ്ങളും ഇവിടെ നടക്കുമ്പോൾ അത് ദീനിനെക്കുറിച്ചുള്ള അറിവാണ്, ഇൽമാണ്. ഒരുപക്ഷെ നമുക്ക് അറിയുന്ന കാര്യമാകാം, അതൊരു ഉത്ബോധനമായി നമ്മൾ കേൾക്കുക. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അത് പുതിയ ഇൽമായി നമ്മൾ കേൾക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യുക. ഞാൻ മനസ്സിലാക്കുന്നത്, മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മുമ്പേ വേരോട്ടമുള്ള പ്രദേശമാണ് ഇതൊക്കെ. നമ്മൾ കേട്ടു, നമ്മൾ അറിഞ്ഞു. പുതിയ വായനകൾ നടത്താതെ, പുതിയ ഇൽമിന്റെ വാതായനങ്ങളിലേക്ക് പ്രവേശിക്കാതെ, സുഹൃത്തുക്കളെ, നമുക്കെല്ലാം അറിയാം എന്ന ഒരു തോന്നലിലേക്ക് ആരും പോവരുത്, ചിന്തിക്കരുത്, ആലോചിക്കരുത്. അത് ദീനിനോടുള്ള അതിക്രമമായി മാറും. നാം ജീവിക്കുന്ന ഒരു പ്രദേശത്തു നിന്ന് അപ്പുറത്തേക്ക്, അതിനപ്പുറത്തേക്കൊക്കെ മാറി നാടിൻ്റെ ചുറ്റുഭാഗങ്ങളിലും അള്ളാഹുവിൻ്റെ ദീനിന്റെ പ്രബോധനങ്ങൾ നടക്കുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ ശ്രദ്ധയും പഠിക്കുവാൻ ആഗ്രഹിച്ച് ദാഹിച്ചുകൊണ്ടുള്ള അന്വേഷണവും ഉണ്ടാകണം എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. തഫ്സീറുകളൊക്കെ ചർച്ച ചെയ്ത ഇൽമുമായി ബന്ധപ്പെട്ട 3 ഘട്ടങ്ങളുണ്ടല്ലോ, ഞാൻ വിശദീകരിക്കാതെ പറയാ.
ഒന്നാമത്തത് അല്ലെങ്കിൽ ആദ്യത്തേത് ശ്രദ്ധിച്ചു കേൾക്കലാണ്, ഇസ്തിമാ. ഒന്നാമത്തെ ഘട്ടം ഇൽമാണ്. ആ ഇൽമിൽ ഏറ്റവും വലിയ ഇൽമ് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ ഇൽമ് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. അതൊരു സാമൂഹ്യ ബാധ്യതയായിക്കൊണ്ടല്ല അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഓരോ വ്യക്തിയോടും ഭൂമിയിലേക്ക് പിറന്നു വീണ സർവ്വ മനുഷ്യരോടുമായി ഓരോരുത്തരോടായി അല്ലാഹു തആല പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ പഠിക്കണമെന്നാണ് പറഞ്ഞത്. അവിടെ അല്ലാഹു തആല ഒരു ജംആയ ഒരു പ്രയോഗമല്ല നടത്തിയത്, ഓരോ വ്യക്തിയോടുമുള്ള കൽപ്പനക്രിയയാണ്. നീ പഠിക്കണം. അതുകൊണ്ട് ഇൽമ എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ല, ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം അബദ്ധങ്ങളില്ലാത്ത, ഇവിടെ നേരത്തെ പറഞ്ഞു, പദങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാത്ത, അർത്ഥങ്ങളിൽ ഒരിക്കലും വൈരുദ്ധ്യങ്ങൾ കാണാത്ത, അശാസ്ത്രീയ പദപ്രയോഗങ്ങളില്ലാത്ത, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. അവൻ എത്ര വായിച്ചാലും മതിയാവില്ല, പ്രകീർത്തിച്ചാലും മതിയാവില്ല. ആ അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനാണ് നമ്മുടെ മുന്നിലെ ഇൽമുകളുടെ മികച്ചു നിൽക്കുന്ന, ലോകം അവസാനിക്കുന്നത് വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമ്. കലാമുല്ലാഹി അൽ മുനസ്സൽ അല മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിവാസിതത്തി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പണ്ഡിത ലോകം നിർവചനം കൊടുത്ത അള്ളാഹുവിന്റെ സംസാരമാകുന്ന ഖുർആൻ. മുസ്ലിം ഉമ്മത്തെ നമ്മൾ അത് പഠിക്കണം, അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങണം, തഫ്സീറുകൾ വായിക്കണം. വായന നമ്മിൽ നിന്ന് പതുക്കെ പതുക്കെ, അതല്ലെങ്കിൽ പരിപൂർണമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയാവുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. അപ്പൊ ആദ്യത്തേത് ഇൽമാണ്. ആ ഇൽമ് നമ്മൾ കേട്ടാൽ, അറിഞ്ഞാൽ, വായിച്ചാൽ, പഠിച്ചാൽ, ഹഖാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ, എപ്പോഴാണ് നമ്മുടെ മരണം നമ്മെ പിടികൂടുക എന്നറിയില്ല. ഞാനൊരു കാര്യം കേട്ടു, അത് സത്യമാണ് എന്ന് എനിക്ക് ബോധ്യമായി, അത് പ്രായോഗിക തലത്തിലേക്ക്, പ്രാക്ടിക്കൽ തലങ്ങളിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അടുത്ത മാസമാകാം, അടുത്ത വർഷമാകാം എന്ന് തീരുമാനിക്കാൻ, പ്രിയപ്പെട്ടവരെ, നമുക്ക് സമയമില്ല. അങ്ങനെ തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ അധികാരമില്ല നമുക്ക്. ഇന്ന് കേട്ടു ശരിയാണെന്ന് ബോധ്യമായാൽ ഉടനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അൽ അമലു ബിൽ ഇൽമി. പണ്ഡിതന്മാർ അതിനെ അങ്ങനെയാണ് ഹെഡിങ് കൊടുത്തത്. നിങ്ങൾ ഏതൊരു അറിവാണോ നിങ്ങൾക്ക് കിട്ടിയത്, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക് കൊണ്ടുവരിക. 5 നേരത്തെ നമസ്കാരത്തെ കുറിച്ച് നമുക്കറിയാം. അത് നീട്ടിവെക്കാൻ പറ്റുമോ? അത് നിർബന്ധമായി നിർവഹിക്കേണ്ടതാണ്. ഹജ്ജിനെ കുറിച്ച് നമുക്കറിയാം. പണമുണ്ട്, ആരോഗ്യമുണ്ട്, എന്നിട്ട് നമ്മൾ നീട്ടിവെക്കുകയാണോ? പാടില്ലാത്തതാണ്. പരിശുദ്ധമായ നോമ്പ് റമളാനിന്റെ മാസത്തിൽ, പ്രിയപ്പെട്ടവരെ, ഇളവ് തന്ന വിഭാഗത്തിലല്ല നമ്മളുള്ളത്. പിന്നെ നമ്മൾ അത് അടുത്ത മാസമാകാമെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? തന്റെ സ്വത്തിന്റെ 2.5% സക്കാത്ത്, 100 രൂപക്ക് 2.50 അള്ളാഹു നീക്കിവെക്കാൻ പറഞ്ഞത്. 1025 പറഞ്ഞത്. 10,250, 1,02,500. അത് എന്റേതല്ല. അത് ഇസ്ലാമികമായ ഭരണമുള്ള പ്രദേശമാണെങ്കിൽ അവിടുത്തെ ഖലീഫ അത് കൊടുക്കാൻ അവകാശപ്പെട്ടവരിൽ നിന്ന് പിടിച്ചു വാങ്ങി അത് അതിന്റെ അവകാശികളിലേക്ക്, ഇലൽ ഫുഖറാ വൽ മസാകീൻ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗങ്ങളിലേക്ക്, വടിയാത്രക്കാർക്ക് വേണ്ടി, കടത്തിൽ കുടുങ്ങിയവർക്ക് വേണ്ടി, തന്റെ ബുദ്ധിമുട്ടും പ്രയാസവും ആരോടും പറയാതെ മൂടിവെക്കുന്ന മിസ്കീനിന് വേണ്ടി, തന്റെ വിഷമങ്ങളെ ആളുകളെ അറിയിക്കുന്ന ഫക്കീറിന് വേണ്ടി, അങ്ങനെ എണ്ണിപ്പറഞ്ഞ വിഭാഗത്തിലേക്ക് ഇസ്ലാമികമായ ഭരണമുള്ള പ്രദേശമാണെങ്കിൽ അവിടുത്തെ ഖലീഫയുടെ നേതൃത്വത്തിൽ അത് പിടിച്ചു വാങ്ങണം. അവിടെ പ്രയോഗിച്ച വാക്കൊക്കെ അങ്ങനെയാണ്. അപ്പൊ അത് നീട്ടിവെക്കാൻ പറ്റുമോ? അടുത്ത വർഷം കൊടുക്കുക, ഈ വർഷം ഇല്ല എന്ന് പറയാനാകുമോ?
അതിന് അവകാശപ്പെട്ടവനാണെങ്കിൽ, കൊടുക്കൽ നിർബന്ധമായ ഒരാളാണെങ്കിൽ, ഇങ്ങനെ ഓരോന്നും ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലൂടെ അതിനപ്പുറത്തേക്കുള്ള ഓരോ കാര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്കതിനെ കുറിച്ചുള്ളൊരു ബോധമുണ്ട്, അറിവുണ്ടെങ്കിൽ പിന്നീട് നാം അതില് മടി കാണിച്ചുകൂടാ, മാറി നിന്നുകൂടാ, ഒരു അമാന്തം കാണിച്ചുകൂടാ എന്നാണ് ഞാൻ ആമുഖമായി നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് അൽ അമലു ബിൽ ഇൽം. മൂന്നാമത്തത്, എന്റെ കുടുംബത്തിൽപ്പെട്ട പലരും എനിക്കറിയാവുന്ന ഈ സത്യം അറിഞ്ഞിട്ടും അതിലേക്ക് വരുന്നില്ല, ചിലർക്ക് അറിയില്ല എങ്കിൽ അദ്ദഅവത്ത്, അതിലേക്ക് ക്ഷണിക്കലാണ്. എതിലേക്ക്? ഇലൽ ഇൽമി വൽ അമലി. നമ്മളാ പഠിച്ച ഇൽമിലേക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിലേക്കും പാടില്ല എന്ന് നാം വിശ്വസിച്ച് മാറി നിൽക്കുന്ന ഈ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന അയൽവാസിയോട്, ബന്ധുവിനോട്, നാട്ടിലെ മനുഷ്യരോട് പ്രിയപ്പെട്ടവരെ അത് ചെയ്യരുത് എന്ന് പറയുക, നാം ചെയ്യുന്ന നന്മയിലേക്ക് അവരെ ക്ഷണിക്കുക. ദഅവതു ഇലൽ ഇൽമി വൽ അമലി. ആ ഇൽമിലേക്കും അമലിലേക്കും ആളുകളെ ക്ഷണിക്കലാണ്. ക്ഷണിച്ചാൽ നിങ്ങളുടെ അയൽവാസി മുമ്പ് നിങ്ങളോട് ചിരിച്ചതുപോലെ ചിരിക്കില്ല. തെറ്റാണെന്ന് പറഞ്ഞാൽ, ഒരു കല്യാണത്തിന്റെ തലേ ദിവസം കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും മ്യൂസിക്കുകൾ അരങ്ങ് തകർക്കുന്ന ഗാനമേളകളും അവിടെ നടക്കുമ്പോൾ അരുത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, ഇസ്ലാമികമായ വശം എന്ന് പറഞ്ഞു നോക്ക്. നിങ്ങളോട് ഇന്നലെ ചിരിച്ചതുപോലെ ചിരിക്കുകയില്ല. സ്വാഭാവികമാണത്, അത് സ്വാഭാവികമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കേട്ടതാണ്, എല്ലാവരും ഏറ്റവും പ്രിയപ്പെട്ടവനായി കണ്ട മുത്തി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഖം നോക്കി വിളിച്ചു കദ്ദാബ്, കള്ളവാദിയാണ് നിങ്ങളെന്ന് പറഞ്ഞില്ലേ? സാഹിറാണ് നിങ്ങളെന്ന് പറഞ്ഞില്ലേ? മാരണക്കാരനാണ് നിങ്ങളെന്ന് പറഞ്ഞില്ലേ? നുണയനാണെന്ന് പറഞ്ഞില്ലേ? ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഭ്രാന്തുണ്ട്, മജ്നൂനാണെന്ന് പറഞ്ഞില്ലേ? 40 വർഷം ആ നാട്ടിലെ കണ്ണിലുണ്ണിയായി അവരുടെ കൂട്ടത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് മുന്നിൽ നിന്ന മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സത്യസന്ധമായി ദീന് പറയുമ്പോൾ അവർ വിളിച്ച വിളി ഇങ്ങനെയായിരുന്നു. നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കല്യാണം ഇങ്ങനെ അരങ്ങ് തകർക്കുമ്പോ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു നിക്കാഹ് എന്നൊക്കെ പറഞ്ഞാൽ പടച്ചവന്റെ മുന്നിൽ നടത്തുന്ന ഒരു പ്രതിജ്ഞയാണ്. ഖുർആൻ പ്രയോഗിച്ച വാക്ക് മീസാഖൻ ഗലീള, ഒരു സുദൃഢമായ കരാറാണ്. മുറിഞ്ഞു പോകാൻ പാടില്ലാത്ത വിധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതായ അങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലല്ലാതെ തൊലാഖിനെ കുറിച്ച് ആലോചിച്ചു പോകാൻ പാടില്ലാത്ത സുദൃഢമായ ഒരു കരാറാണ് മീസാഖൻ ഗലീള എന്ന് പ്രയോഗിച്ച്. അതൊരു വലിയ പുണ്യകർമ്മമാണ്, ഒരു ഇബാദത്താണ്. അത് നടക്കുന്ന സ്ഥലത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു ഇസ്ലാമികമായ മര്യാദ പ്രകാരം അതിന് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? ബാറക്കല്ലാഹു ലക്, അള്ളാഹു നിനക്ക് അനുഗ്രഹം തരട്ടെ എന്നല്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും അള്ളാഹു അനുഗ്രഹം തരട്ടെ എന്നല്ലേ? പുതുമണവാളനായി മണവാട്ടിയായി അന്ന് നിക്കാഹ് കഴിഞ്ഞ് അവർ വീട് കൂടാൻ പോകുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നല്ലേ അവിടെ കാണിക്കുന്ന തോന്നിവാസങ്ങൾ? അള്ളാഹുവിന്റെ അനുഗ്രഹം ആ സദസ്സിലേക്കും അതിന് അനുവാദം കൊടുക്കുന്ന വാപ്പയും അതിനനുവാദം കൊടുക്കുന്ന ബന്ധുക്കളും അതിനനുവാദം കൊടുക്കുന്ന മണവാളനായി വരുന്നവനും അതിനനുവാദം കൊടുക്കുന്ന മണവാട്ടിയായി വരുന്നവരും ഒക്കെ മൗനം പാലിക്കുമ്പോ ഈ പ്രാർത്ഥനയ്ക്ക് പിന്നെ എന്തർത്ഥമാണുള്ളത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രണ്ടുപേരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോ പ്രവാചകൻ ഒരിക്കൽ സ്വഹാബ കിറാമിനോട് പറഞ്ഞു, ലയഖൂനന്ന മിൻ ഉമ്മതി അഖ്വാമിൻ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ജനവിഭാഗം ഉടലെടുക്കുമുണ്ടായിത്തീരും. നോക്കൂ, മുസ്ലിം ഉമ്മത്തിന് ഇതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. വഅലിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ അനൗൺസ് പോകുന്ന വാഹനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ ഉസ്താദിന്റെ പേര് പറയും, ഇന്ന സ്ഥലത്താണ് പ്രോഗ്രാം എന്ന് പറയും. എന്നിട്ട് ആ വാഹനത്തിൽ അല്പസമയം ആ വിഷയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു ഇടവേളയിൽ മ്യൂസിക് അരങ്ങ് തകർക്കുന്ന പാട്ടിടുകയാണ്. എവിടേക്കാ വിളിക്കുന്ന ആളുകളെ? ദീന് പറയുന്ന വേദിയിലേക്ക്. എന്താണ് ആ വിളിക്കുന്ന? ആ ജീപ്പിലോ വാഹനങ്ങളിലോ കടന്നു പോകുന്ന മൈക്ക് അനൗൺസ്മെന്റുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? പടച്ചവന് ഇഷ്ടമില്ലാത്ത, അള്ളാഹു പാടില്ല, മുത്തുനബി പാടില്ല എന്ന് പറഞ്ഞ ആ വിലക്കിയ കാര്യങ്ങൾ ഇട്ടുകൊണ്ടാണ് ദീനിന്റെ മജ്ലിസിലേക്ക് വരെ മുസ്ലിം ഉമ്മത്ത് ക്ഷണിക്കുന്നത്.
ലയകൂനന്ന മിൻ ഉമ്മതി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിറ വൽ ഖംറ വൽ ഹരീറ വൽ മആസിഫ്. ഇത് മുസ്ലിം ഉമ്മത്തെ നമ്മൾ ഗൗരവമായി പഠിക്കണം. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് മാറ്റിവെക്കാം. പക്ഷേ പറയുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാനിവിടെ മരണമുണ്ട് എന്നതിന് കുറെ സമയം കളയേണ്ട ആവശ്യമുണ്ടോ? എല്ലാവരും നിരീശ്വരവാദികൾ പോലും അംഗീകരിക്കുന്ന ഒന്നാണ് മരണത്തിന്റെ ഘട്ടങ്ങളെ, മരണത്തിന്റെ 2 തരത്തിലുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങളെ ഞാൻ പറയും ഇവിടെ. ആ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നാം ഒരുങ്ങേണ്ടതിന്റെ ഗൗരവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തും, എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ. പക്ഷേ അതിന് മരണമുണ്ട് എന്ന് ഒരു പ്രസംഗത്തിന്റെ ആവശ്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ ആർക്കതറിയാത്തത്? ഓരോ സെക്കൻഡിലും ലോകത്ത് 3 പേർ മരിക്കുന്നു എന്ന് ലോകത്തിന്റെ കണക്കുകൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ലോകത്ത് 3 പേർ മരിക്കുന്നു. എന്റെ സംസാരം തുടങ്ങി 10 മിനിറ്റായി. 1800 ആള് പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്തെന്ന് എന്റെ സംസാരം തുടങ്ങിയിട്ട് മരിച്ചു കഴിഞ്ഞു. അപ്പോ ഇത് ലോകത്തെല്ലാവർക്കും അറിയാം. അതിന് കുറെ സമയം കളയേണ്ട ആവശ്യമില്ല. എന്നാൽ ആ മരണത്തിനൊരുങ്ങാനുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അപ്പൊ ഹദീസിലേക്ക് തന്നെ വരാം. ലയകൂനന്ന മിൻ ഉമ്മതി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിറ വൽ ഖംറ വൽ ഹരീറ വൽ മആസിഫ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. എല്ലാവരുടെയും മൊബൈലിൽ നല്ല റിംഗ് ടോണുകൾ, മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടിയുള്ള റിംഗ് ടോണുകൾ സെറ്റ് ചെയ്യുകയാണ്. വീട്ടിൽ 24 മണിക്കൂറും മാറി മാറി ചാനലുകളിൽ ഇങ്ങനെ മാറ്റി മാറ്റി TV ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെഡ്റൂമിൽ മോക്ക് വേണ്ടി, മോന് വേണ്ടി നല്ല കമ്പ്യൂട്ടർ സിസ്റ്റം സംവിധാനിച്ചു കൊടുത്തിരിക്കുകയാണ്. അവന്റെ പഠനത്തിന് വേണ്ടിയാണ്, അവളുടെ പഠനത്തിന് വേണ്ടിയാണ്, അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയാണ്, അവരുടെ പരീക്ഷയ്ക്ക് വേണ്ടിയാണ്, അവരുടെ എക്സാമിന് വേണ്ടിയുള്ള പ്രത്യേകമായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ്. പക്ഷേ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് കരുതലോടുകൂടി സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറഞ്ഞ പലതും നമ്മൾ അവിടെ മറന്നു പോവുകയാണ്. ഒരാണും ഒരു പെണ്ണും ഒറ്റക്കാകരുത് എന്ന് പറഞ്ഞത് നമ്മുടെ മോള് മറന്നു പോവുകയാണ്, നമ്മുടെ മോന് മറന്നു പോവുകയാണ്, നമ്മുടെ കുടുംബത്തിൽ ഓരോ അംഗങ്ങളും മറന്നു പോവുകയാണ്. വാതിലടച്ചു എന്ന് ഉറപ്പുവരുത്തി, ജനലിന്റെ കൊളുത്തിട്ടു എന്ന് ഉറപ്പുവരുത്തി, ഇരുട്ടിന്റെ മറവിലാണ് എന്ന് നാം വിചാരിക്കുമ്പോൾ ആരും നമ്മെ കാണുന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന സമയത്ത് ആ സിസ്റ്റത്തിൽ കയറി പടച്ചവനിഷ്ടമില്ലാത്ത, ഒരിക്കലും അല്ലാഹു ഇഷ്ടപ്പെടാത്ത മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂക്ഷിക്കണേ നിങ്ങളുടെ കണ്ണിനെ എന്ന് പറഞ്ഞ, സൂക്ഷിക്കണേ നിങ്ങളുടെ കാതിനെ എന്ന് പറഞ്ഞ, കരുതണേ നിങ്ങളുടെ കൽബിനെ എന്ന് പറഞ്ഞ, വളരെ ജാഗ്രതയോടുകൂടി ആകണേ നിങ്ങളുടെ മുന്നോട്ടുള്ള നീക്കം എന്ന് പറഞ്ഞ, എല്ലാറ്റിനെയും തകിടം മറിച്ചുകൊണ്ട് ആ ഇരുട്ടിൽ അല്ലെങ്കിൽ ആ ബെഡ്റൂമിൽ വാതിലും ജനലും ഒക്കെ അടച്ചിട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ വ്യത്യസ്തമായ ലൈംഗിക വൈകൃതങ്ങളുടെ മായാലോകത്തിലേക്ക് പറന്നു പോകുന്ന പുതിയ തലമുറയോട് ആരും അറിയില്ല എന്ന് വിചാരിച്ച് എന്റെ ഗേൾ ഫ്രണ്ടിനോടും ബെസ്റ്റിയോടുമൊക്കെ ചാറ്റിങ്ങിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എല്ലാം മറന്ന് മതിമറന്ന് ആ 4 ചുമരുകൾക്കുള്ളിൽ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുമ്പോ ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, എല്ലാം കൃത്യമായി ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു എന്ന് പറയുന്ന ആ ആയത്ത് മദ്രസയിൽ നിന്ന്, പള്ളി മിമ്പറിൽ നിന്ന്, വഅലുകളിൽ നിന്ന്, ഖുത്ബകളിൽ നിന്ന്, ക്ലാസുകളിൽ നിന്ന് കേട്ട, നാം ഓതി തീർത്ത പരിശുദ്ധ ഖുർആനിന്റെ വചനാമൃതങ്ങളിൽ നിന്ന് കേട്ട പ്രിയപ്പെട്ടവർ, ഈ ആയത്ത് നമ്മുടെ മക്കൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടോ? നോക്കൂ, ഈ ഹദീസിൽ എണ്ണി പറഞ്ഞത് എന്താണെന്നറിയോ? 1, വ്യഭിചാരം അത് പ്രശ്നമില്ല, അനുവദനീയമാണ് എന്ന് പറയുന്ന ഒരു ടീം ആരിൽ നിന്നുണ്ടാകും? നമ്മൾ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുമ്പോൾ അല്ല, ഈ പുതിയ ലോകത്തെ മനുഷ്യരെന്ന് പറയുമ്പോൾ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. ഇനിയൊരു പ്രവാചകൻ നമ്മുടെ മുന്നിലേക്ക് വരാനില്ല, ഇനിയൊരു നബി നമ്മുടെ മുന്നിലേക്ക് വരാനില്ല. ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോ ബലാ യാ റസൂലല്ലാഹ്, ബലാ യാ റസൂലല്ലാഹ്, എത്തിച്ചു നബിയേ എന്ന് അവർ സാക്ഷ്യപ്പെടുത്തി. അൽ ബിദായ വന്നിഹായ, മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്ര ഗ്രന്ഥത്തിൽ പറയുകയാണ്, ഒട്ടകങ്ങൾ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നോ ഇങ്ങോട്ട് തിരിഞ്ഞ ഒട്ടകങ്ങളിൽ ഒട്ടകപ്പുറത്തിരിക്കുന്നവർ ആ ഒട്ടകങ്ങളെ അതേ റൂട്ടിലേക്ക് തെളിക്കുകയാണ്, ഇങ്ങോട്ട് ചെരിഞ്ഞു നിൽക്കുന്ന ഒട്ടകങ്ങളെ അതേ റൂട്ടിലേക്ക് തെളിക്കുകയാണ്. 1,00,000 എന്നതിൽ 1,00,000-ഓളം സഹാബികൾ ഉണ്ടായിരുന്നു എന്നതിൽ ലോക മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ല. 1,00,000-ൽ കൂടുതലുണ്ടോ എന്നതിലാണ് പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫ് ഉള്ളത്. നിൽക്കട്ടെ, 1,00,000 എന്നതിൽ ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്.
എന്നിട്ട് 8000-ഓളം സഹാബികളുടെ ഖബറേ മദീന എന്ന് പറയുന്ന പുണ്യ പ്രദേശത്തുള്ളൂ. 1000-ഓളം സഹാബികളുടെ ഖബറേ മക്ക എന്ന് പറയുന്ന പുണ്യ പ്രദേശത്തുള്ളൂ. രണ്ടും ചേർത്താൽ 9000 അല്ലെങ്കിൽ 10000-ന് താഴെ വരുന്ന സ്വഹാബികളുടെ ഖബറേ ചരിത്രങ്ങളിൽ മക്കയിലും മദീനയിലും രേഖപ്പെടുത്തുന്നുള്ളൂ. അപ്പൊ 1,00,000 എന്ന് പറയുമ്പോ ബാക്കി 91,000 സഹാബികളുടെ ഖബർ എവിടെ? ചർച്ച പണ്ഡിത ലോകത്ത് നടന്നിട്ടുണ്ട്. അവർ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചമെത്താത്ത പ്രദേശങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള തിടുക്കമായ യാത്രയിലായിരുന്നു അവർ. പലരും പല പ്രദേശങ്ങളിലുമാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. പലരും പല രാജ്യങ്ങളിലുമാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. നാം ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് സഹാബത്ത് വന്നില്ലേ പ്രിയപ്പെട്ടവരെ? അപ്പോ 9000-ഓളം സഹാബികളെ മക്കയിലും മദീനയിലും അവരുടെ ഖബറുകളുള്ളൂ എന്ന ചർച്ച ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാനിത് പറഞ്ഞെന്തിനാണ്? ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി അവർ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. എല്ലാം വിട്ടേച്ചു പോവുകയായിരുന്നു. അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ച് വരാനിരിക്കുന്ന പരലോകത്തെ കൊതിച്ചുകൊണ്ട്, സ്വർഗത്തിന്റെ പ്രാപ്തി ആഗ്രഹിച്ചുകൊണ്ട്, നരകമുക്തി കൊതിച്ചുകൊണ്ട്, ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കണമല്ലോ എന്ന ബോധം അത് ഹൃദയത്തിലേക്ക് ഇങ്ങനെ പ്രവേശിച്ച്, പടച്ചവനെ നിന്റെ മാർഗത്തിൽ എന്തു ചെയ്യാൻ പറ്റുമെന്ന ആ കൃത്യമായ ചിന്തയും ആലോചനയുമാണ് ദഅവത്തിന്റെ മേഖലകളിലേക്ക് സ്വഹാബ കിറാം യാത്രയായത്. ഇത് കേൾക്കുന്നവരെ, നമുക്ക് അത്ര വലിയ പ്രയാസമുണ്ടോ? നമുക്ക് ഖുർആൻ നമ്മുടെ മുന്നിലില്ലേ? ഹദീസുകൾ നമ്മുടെ മുന്നിലില്ലേ? ഒരു വീട്ടിൽ കമ്പ്യൂട്ടർ ഇല്ലാത്ത വീട്, ഒരു സ്മാർട്ട് ഫോൺ കൈകളിൽ ഇല്ലാത്ത ഒരു വീട് ഉണ്ട് എന്ന് പറയാനാകുമോ? ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടില്ലേ ഹദീസിന്റെ അർത്ഥം? ഈ വിഷയങ്ങൾ ഇപ്പൊ മ്യൂസിക്കിനെ കുറിച്ച് സംശയമുണ്ടോ? ഒന്ന് പഠിച്ചോക്ക്. ലോകത്തിലെ പണ്ഡിതന്മാർ ആധികാരികമായി ഈ വിഷയത്തിൽ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിന്റെയൊക്കെ ഫത്വകളും ഹദീസുകളും ഒക്കെ നമ്മുടെ സിസ്റ്റത്തിൽ വരില്ലേ? മൊബൈലിൽ വരില്ലേ? പഠിക്കണമെന്നാഗ്രഹിക്കുന്നവർ, അതേ പ്രിയപ്പെട്ടവരെ, അറിയാതെ ഈ വിഷയത്തിൽ അന്ധകാരത്തിൽ പെട്ടുപോയവരെ നമുക്ക് വിളിച്ചുണർത്താൻ പറ്റും. മറിച്ച് സാധാരണ പറയാറില്ലേ, ഉറങ്ങുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റുകയുള്ളൂ എന്ന്, അല്ലെ? ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ കഴിയില്ല. ഇതിന്റെ ഹക്ക് എന്ത് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഈ സത്യത്തിന്റെ വാചകങ്ങൾ കയറിപ്പോവുകയുള്ളൂ. ഇല്ല, അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നമ്മുടെ ചെവികളിൽ അത്ര ഗൗരവമുള്ള കാര്യമായി പതിക്കുകയില്ല. ഇങ്ങനെ കേട്ടു, അങ്ങനെ പോയി, അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് വ്യഭിചാരം ഹലാലാക്കുന്ന ഒരു ടീം എന്റെ ഉമ്മത്തിൽ നിന്ന് വരുമെന്ന് പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നിങ്ങൾ ആലോചിക്ക്, ഇപ്പോ നിങ്ങളുടെ മോള് ഇന്ന ആളുടെ കൂടെ കണ്ടു എന്ന് പറഞ്ഞാൽ, വേഷം മോശാനിട്ടോ എന്ന് പറഞ്ഞാൽ, ഒരു ജീൻസിന്റെ പാന്റും ടീഷർട്ട് ഇട്ടിട്ടാണ് നിങ്ങളുടെ മോള് കോളേജിലേക്ക് പോകുന്നതില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ വാപ്പാന്റെ മറുപടി എന്താണെന്നറിയോ? ഉമ്മാന്റെ മറുപടി എന്താണെന്നറിയോ? ഇവിടെ പാരാ അങ്ങനെയൊന്നും നടക്കാത്തത്, ഇവിടെ പാരാ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവർ, ഇവിടെ എല്ലാം തികഞ്ഞവരാരാ എന്ന് ചോദിച്ച് മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ന്യായീകരണങ്ങളും ദുർന്യായങ്ങളും പറഞ്ഞ് തെറ്റിനെ അതൊരു ചെറിയ കാര്യമാക്കി മക്കളുടെ മുമ്പിൽ ചിത്രീകരിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളെയാണ്, കുടുംബ ബന്ധുമിത്രാദികളെയാണ് എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റുന്നത്. അതാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്റെ ഉമ്മത്തിൽ നിന്ന് വ്യഭിചാരം പ്രശ്നമല്ല എന്ന് പറയുന്ന ഒരു ടീം, വ്യഭിചാരം എന്ന് പറയുമ്പോ ഒരു ലൈംഗിക അവയവം കൊണ്ട് മാത്രമുള്ള വ്യഭിചാരമല്ല. മുത്തുനബിയുടെ വാക്കുകളിലൂടെ കടന്നു വന്നത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമുണ്ടെന്ന് പറഞ്ഞില്ലേ? കാതുകൊണ്ടുള്ള വ്യഭിചാരമുണ്ടെന്ന് പറഞ്ഞില്ലേ? ഖൽബ് കൊണ്ടുള്ള വ്യഭിചാരമുണ്ടെന്ന് പറഞ്ഞില്ലേ? കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടുമുള്ള വ്യഭിചാരമുണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയുള്ള മേഖലകളിലേക്ക് നടന്നു പോകുന്ന വ്യഭിചാരമാണ് കാലുകൊണ്ടുള്ള വ്യഭിചാരമെങ്കിൽ, എത്തിപ്പിടിക്കാൻ പറ്റാത്തത് ഈ അർത്ഥത്തിൽ പിടിക്കുന്നതാണ് കൈകൊണ്ടുള്ള വ്യഭിചാരമെങ്കിൽ, കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് കട്ടുനോട്ടം നടത്തുന്നതാണ് കണ്ണിന്റെ വ്യഭിചാരമെങ്കിൽ, കേൾക്കാൻ ഇഷ്ടമില്ല പ്രിയപ്പെട്ടവരെ പാടില്ലാത്ത ഒന്ന് അതാരും അറിയാതെ കേട്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ കർണപുടത്തെ വ്യഭിചരിപ്പിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. ഈ ഹദീസ് ഒന്ന് വെച്ച് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. രണ്ടാമത് പറഞ്ഞു, കള്ള് പ്രശ്നമല്ല എന്ന് പറയുന്ന ടീം എന്റെ ഉമ്മത്തിൽ നിന്നുണ്ടായി തീരുമെന്നാ പറഞ്ഞത്. എന്റെ ഉമ്മത്തിൽ നിന്ന് കള്ള് പ്രശ്നമല്ല എന്ന് പറയുന്ന ടീം ഉണ്ടായി തീരും. ഒന്ന് പറഞ്ഞു നോക്കുങ്ങള്. നമ്മുടെ ഏതെങ്കിലും ഒരു ഉപ്പാന്റെ മോനെ ഒരു ബീബറേജിന്റെ മുമ്പിൽ, അല്ല ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്കൊപ്പം കണ്ടാൽ ഒന്ന് വാപ്പാനെ വിളിച്ച് സ്വകാര്യമായി അഭിമാനത്തിന് ക്ഷതം വരുത്താതെ
സ്വകാര്യമായി കൊണ്ടുപോയി സൂക്ഷിക്കണേ നിങ്ങളെ മോനെ, കരുതണേ നിങ്ങളെ മോനെ എന്ന് പറഞ്ഞോക്ക്. തട്ടുത്തരാൻ വാപ്പാന്റെ അടുത്തുനിന്ന് വരിക, ജേട്ടന്റെ അടുത്തുനിന്ന് വരിക, നാട്ടുകാരുടെ അടുത്തുനിന്ന് വരിക. ഇവിടെ പത്ര ആരാപ്പ് ഇത്ര നല്ലവർ എന്ന് ചോദിക്കുന്ന നാടൻ സംസാരങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞു, പട്ടുവസ്ത്രം അത് പ്രശ്നമല്ല എന്ന് പറയുന്ന ടീം എന്റെ ഉമ്മത്തിൽ നിന്ന് വരും. പുരുഷന്മാർ പട്ടുവസ്ത്രം അവർക്ക് ഹറാമാണ്. ഇനി നാലാമതെണ്ണിയത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അപ്പോ കള്ളിന്റെ കൂടെ, വ്യഭിചാരത്തിന്റെ കൂടെ, പട്ടുവസ്ത്രത്തിന്റെ കൂടെയാണ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനെ എണ്ണിയത്? ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ എണ്ണിയത്. എന്നിട്ട് അതൊക്കെ ഒരു ഗൗരവമായി തോന്നുന്നുണ്ടോ മുസ്ലിം ഉമ്മത്തിന്? ഉണ്ടോ? ഈ നാട്ടിലെ മനുഷ്യരെ നമ്മൾ ആലോചിക്കുക. ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല, ഞാൻ പറയാണ്. അങ്ങനെ അതിനെ അനുകൂലിച്ചു പോകുന്നവർ, അതിന് ഒത്താശ പറഞ്ഞു പോകുന്നവർ, അതിന് കൂട്ടുനിന്ന് പോകുന്നവർ, തങ്ങളുടെ മക്കൾ ഏതൊക്കെയോ വേഷവിധാനങ്ങളിൽ ആൺവേഷമണിയുന്ന പെണ്ണിനെയും പെൺവേഷമണിയുന്ന ആണിനെയും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? ഈ ശാപമുള്ള കുറെ വിഷയങ്ങളില്ലേ? അതൊന്നും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ലഅനല്ലാഹ് എന്ന് തുടങ്ങുന്ന കുറെ ഹദീസുണ്ട്. അതിൽ ഒന്ന് ഞാൻ പറയട്ടെ, ലഅനല്ലാഹു മൻ ഗയ്യറൽ മനാർ, അതിരുകല്ല് മാറ്റിക്കുത്തുന്നവനെ അള്ളാഹ് ശപിച്ചു പറഞ്ഞിട്ടില്ലേ? ഇങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ട്. കുടിവെള്ളം മുടക്കുന്നവനെ അള്ളാഹ് ശപിച്ചു പറഞ്ഞിട്ടില്ലേ? വടി മുടക്കുന്നവനെ അള്ളാഹ് ശപിച്ചു പറഞ്ഞിട്ടില്ലേ? ഒരു കുന്നിൻ പുറത്താനായുള്ള വീട്, അയാൾക്ക് വെള്ളമില്ല, അയാൾക്ക് കുടിവെള്ളം കിട്ടാൻ മാർഗമില്ല, അവിടേക്ക് ജലനിധിയുടെ ഒരു പൈപ്പ് ലൈൻ വരണം, അതിന് അയാളുടെ വീട്ടിലേക്ക് റോഡില്ല, ഇങ്ങനെ 3 അടി ഒക്കെ ഇങ്ങനെ ചെരിഞ്ഞും മറിഞ്ഞൊക്കെ പോകുന്ന വഴിയാണ്. അപ്പൊ നിങ്ങളുടെ പറമ്പിലൂടെ 1 ഇഞ്ച് വണ്ണമുള്ള ഒരു പൈപ്പ് കൊണ്ടുപോകാൻ ചോദിച്ചാൽ ഒന്ന് ഒപ്പിട്ട് കൊടുക്കാൻ മടിക്കുന്നവരെ, പള്ളിയിൽ 1-ാമത്തെയും 2-ാമത്തെയും സഫിൽ വന്നിരുന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് പടച്ചവരെ പുറത്തു കൊണ്ടാ എന്ന് പറയുമ്പോ തന്റെ വീടിന്റെ മുകൾ ഭാഗത്ത് താമസിക്കുന്ന മനുഷ്യന്റെ കുടിവെള്ളം മുടക്കിയിട്ട് നീ ആകാശത്തിന്റെ മേലാപ്പിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ പടച്ചവൻ സ്വീകരിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? അവന്റെ വടി മുടക്കിയിട്ട് നിന്റെ വീട്ടിലേക്ക് കാറ് വരും, നിന്റെ വീട്ടിലേക്ക് വലിയ വലിയ വാഹനങ്ങൾ വരും, അവന്റെ വീട്ടിലേക്ക് റിക്ഷ വരാനുള്ള വഴിയാണ് നിന്നോട് ചോദിക്കുന്നത്. മാർക്കറ്റിൽ കിട്ടുന്ന വിലയോ അതിനേക്കാൾ കൂടുതൽ വിലയോ തരാമെന്ന് പറഞ്ഞു. നിന്റെ പ്രശ്നം മതിൽ കെട്ടിപ്പോയി എന്നതാണ്. മതിൽ പൊളിച്ച് രണ്ടാമത് നീ തരുന്ന സ്ഥലത്തിന് പണം നൽകി അതിനേക്കാൾ ഭംഗിയായി മതിൽ കെട്ടി തേച്ച് പെയിന്റ് അടിച്ചു തരാമെന്ന് പറഞ്ഞു. കൊടുക്കില്ല. നിന്റെ വീടിന് യാതൊരു പ്രശ്നമില്ല. നിന്റെ വീടിനോട് ചാരി 1 മീറ്റർ അടുത്തല്ല മതിലുള്ളത്, 10 മീറ്റർ, 8 മീറ്റർ, 15 മീറ്റർ, 20 മീറ്റർ അപ്പുറയാണ്. എന്നിട്ടും കൊടുക്കില്ല. എന്നിട്ട് നീ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, പടച്ചോനെ പുറത്തുകൊണ്ട അല്ലാഹ്. ചിന്തിച്ചോ? ഇങ്ങനെ ശാപമുള്ള കുറെ വിഷയമില്ലേ? അത് വേറൊരു വിഷയമായിട്ട് പറയേണ്ടതാണ്. ഇവിടെയൊക്കെ ഒരു മുസ്ലിം, ഞാനൊരു മുസ്ലിമായി നിലകൊള്ളുന്നുണ്ടോ? ഈ തസ്കിയത്ത് എന്ന് പറയുമ്പോൾ ഈ മരിക്കാനൊരുങ്ങ ഇവനൊരു വടി മുടക്കിയിട്ട് അന്ന് രാത്രി നമ്മൾ മരിച്ചാൽ അവൻ ചോദിച്ചന്ന്, ഞാൻ ആലോചിച്ചിട്ട് പറയാം, ചോദിച്ചിട്ട് 2 കൊല്ലായി, പറഞ്ഞിട്ട് 4 കൊല്ലായി, തീരുമാനമായിട്ടില്ല. അത് കൊടുക്കാത്തവനായി നീ മരിച്ചാൽ, കുടിവെള്ളം മുടക്കിയവനായി നീ മരിച്ചാൽ, അല്ലെ അയൽവാസിയുടെ പറമ്പിലേക്ക് തൂങ്ങി നിൽക്കുന്ന മരം, ഒരു മരം വെച്ച് പിടിപ്പിക്കൽ സുന്നത്താ. തണല് കിട്ടാൻ, പക്ഷികൾക്ക് കൈക്കനികൾ കിട്ടാൻ, മനുഷ്യർക്ക് ഉപകാരം കിട്ടാൻ. ലോകം മുന്നോട്ട് പോകുമ്പോ എന്റെ ഉമ്മത്ത് ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തെത്തും. പക്ഷേ അവർ വെള്ളത്തിലൊഴുകുന്ന കണ്ടിലെ തോട്, ഇതിലിങ്ങനെ നല്ല വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോ ആ വെള്ളം എങ്ങോട്ടാ? താഴോട്ടാണ് ഒഴുകുന്നത്. അതിലിങ്ങനെ ഒഴുകിപ്പോകുന്ന ചപ്പ് ചവറുകളെ പോലെ, ചണ്ടികളെ പോലെ എന്റെ ഉമ്മത്തായി തീരും. എതിരെ നീന്താൻ എല്ലാവരും ഇങ്ങനെയാണ്. പക്ഷെ എന്റെ കുടുംബത്തിൽ ഇത് ഞാൻ നടത്തില്ല. കാരണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, ആരെ എന്തൊക്കെ വിചാരിച്ചാലും ശരി, എനിക്കാരോടും വൈരാഗ്യമില്ല, ഒരാളോടും പ്രത്യേക വെറുപ്പില്ല. പക്ഷെ ദീനിന്റെ നിലപാട് ഇതാണ്. അതുകൊണ്ട് ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് തീരുമാനിക്കാൻ വിശ്വാസത്തിന്റെ അതിശക്തമായ കരുത്തുള്ള മനസ്സാവശ്യമാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അത് അന്നത്തെ മുസ്ലിം ഉമ്മത്ത് ചണ്ടികളെ പോലെ, ചപ്പ് ചവറുകളെ പോലെ വെള്ളത്തിലൊഴുകുന്ന ആളുകളായി മാറുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് തന്നെ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് ഓരോ വിഷയങ്ങൾ കേൾക്കുമ്പോ ഈ കാര്യമൊക്കെ ഒന്ന് ശരിക്കും ഇങ്ങനെ മനസ്സിലാക്കുക. സ്കൂളിലെ കുട്ടികള് റീത്താസ് സ്കൂളിനെ കുറിച്ച് ചർച്ച ഉണ്ടായിട്ടില്ലേ? ഞാൻ എന്നെ ചിന്തിപ്പിച്ച അത്ഭുതകരമായ കാര്യം ഞാൻ പറയട്ടെ. ശരിയാണെന്ന് എനിക്കറിയില്ല. അവിടെ 40%, 35% മുസ്ലിം കുട്ടികളാണത്രേ.
ഞാൻ വായിച്ചതാണ്, ശരിയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ആ സ്കൂളിൽ പോയിട്ടില്ല. 40%. അപ്പൊ 1000 കുട്ടികൾ ഉണ്ടെങ്കിൽ 400 കുട്ടികൾ മുസ്ലിം കുട്ടികളാ. അവിടുത്തെ പ്രിൻസിപ്പാൾ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ട് ഇങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് ഇങ്ങനെ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ഇവിടെ ധാരാളം മുസ്ലിം കുട്ടികളുണ്ട്, അവർക്കാർക്കും പ്രശ്നമില്ല, നിങ്ങൾക്ക് മാത്രം എന്താ പ്രശ്നം? നിങ്ങൾ ആ വാക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ചാനലിൽ ഇങ്ങനെ ആവർത്തിച്ച് വന്നിരുന്നു. ഇവിടുത്തെ ഒരു മുസ്ലിം കുട്ടിക്കും പ്രശ്നമില്ലല്ലോ, ഒരു മുസ്ലിം കുട്ടിയുടെ പാരന്റിനും പ്രശ്നമില്ലല്ലോ. എന്നിട്ട് വേറെ ഒരാൾ എഴുത്തിന് ഞാൻ കണ്ടതാ, 40% മുസ്ലിം കുട്ടികളാണ്. 100 ആളുണ്ടെങ്കിൽ 40, 200 ഉണ്ടെങ്കിൽ 80, 1000 ഉണ്ടെങ്കിൽ 400 കുട്ടികള് മുസ്ലിം കുട്ടികളാണ്. അതില് ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അതാ പറഞ്ഞത്, ചണ്ടികളെ പോലെ ഒഴുകും സമൂഹം. എന്താ മുട്ടുവരെയുള്ള ഡ്രസ്സ് മതി എന്ന് പറഞ്ഞാൽ ഓക്കെ, നല്ല വിദ്യാഭ്യാസം കിട്ടിയാൽ മതി, നാവിന്റെ തുമ്പത്തിങ്ങനെ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ മതി. ദീനെന്ത്? നമ്മുടെ ഫ്യൂച്ചറല്ലേ നമ്മുടെ കുട്ടികളെ കുറിച്ച് കാണുന്നത്. അതുകൊണ്ട് ഡ്രസ്സ് പ്രശ്നമില്ല. നല്ല പാന്റും ടീഷർട്ടും ഇട്ടിട്ടാ ഒരു സ്കൂളിലേക്ക് പോകുന്നത്, അവിടെ നല്ല വിദ്യാഭ്യാസമാണ്. എന്താണ് ഈ നല്ലത് എന്നതുകൊണ്ട് നാം നിർവചിക്കുന്നത്? ആരാ ഈ നല്ലത് എന്ന് നമുക്ക് തീരുമാനിച്ചു തന്നത്? ഒരു മുസ്ലിമിന് മുസ്ലിമിൻ്റെതായ റൂട്ടുണ്ട്. ആ റൂട്ട് അനുസരിച്ച് പോകാമെന്ന് ഉറപ്പു തരുന്ന ഒരു ജനാധിപത്യ സംവിധാനം നമ്മുടെ നാടിലുണ്ട്, ഭരണഘടനയുണ്ട്. ലോകത്തിലെ ഏറ്റവും എടുത്തിൽ നീളം കൂടിയ ഭരണഘടന അത് ഇന്ത്യയുടെ ഭരണഘടനയാണ്, അല്ലേ? ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അത് അംഗീകരിച്ചു തരുന്ന ഒരു രാജ്യത്ത് എനിക്ക് എന്റേതായ മതവിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ മുറുകെ പിടിച്ചു പോകാൻ അനുവാദം തരുന്ന, അവകാശം തരുന്ന ഒരു രാജ്യത്തെ പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് എന്റെ വിശ്വാസങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാത്ത വിധത്തിൽ എന്റെ മക്കളെ പഠിപ്പിക്കാൻ സംവിധാനം ഉണ്ടാക്കിക്കൂടെ? ഉള്ള സംവിധാനത്തിലേക്ക് അയച്ചുകൂടെ? എന്നിട്ട് പറയുന്ന വാക്കാണ് ദുർന്യായങ്ങളാണ്. അതൊന്നും നോക്കിയ കാര്യം നടക്കൂലാണ്. അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും. കുട്ടികൾക്ക് നിങ്ങളൊന്ന് ടെക്സ്റ്റൈൽസ് കയറിയിട്ട് ഒരു മാന്യമായ ഡ്രസ്സ്, ഒരു ചുരിദാറൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. നിങ്ങൾ കിട്ടാൻ പണിയാണ്. എന്റെ ശബ്ദം കേൾക്കണില്ലേ ഉമ്മമാലി? നിങ്ങളൊന്ന് തെരഞ്ഞു നോക്ക്. നിങ്ങൾ അറിയപ്പെട്ട നിങ്ങളുടെ പരിസരത്തുള്ള ഏറ്റവും നല്ല ടൗണിൽ ചെന്നിട്ട് നിങ്ങളുടെ മകൾക്ക് ഓപ്പണില്ലാത്തൊരു ചുരിദാർ അല്ലെങ്കിൽ നല്ല നീളം കൂടിയ ഒരു ടോപ്പ് കിട്ടാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്ക്. അവർ പറയും ഇതൊക്കെ മോഡൽ പോയി. നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത്? ഇപ്പൊ എല്ലാ കുട്ടികൾക്കും വേണ്ട ഷോർട്ട്, വളരെ ഷോർട്ടായിട്ടുള്ള ടോപ്പാണ് വേണ്ടത്. കൈ ഇങ്ങനെ പൊന്തിച്ചാൽ വയറൊക്കെ ഇങ്ങനെ കാണണം. ആ അർത്ഥത്തിലുള്ള വളരെ ചെറിയ ഡ്രസ്സാണ്. നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത്? എന്നിട്ട് അത് +1-ലും +2-ലും 11-ലും 12-ലും ഡിഗ്രിക്കും പഠിക്കുന്ന കുട്ടികളെ ഇങ്ങനെ നടക്കണ്. കല്യാണത്തിന് എല്ലാ പേക്കൂത്തുകളും അരങ്ങേറുകയാണ്. മഞ്ഞ കല്യാണമായി അങ്ങനെ വേറെ ഡ്രസ്സ് ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. എന്തൊക്കെ പേക്കൂത്തുകളാണ്. ഒരു പെണ്ണ് കാണാൻ പോകുന്നത് വരെ മരണത്തിനൊരുങ്ങിയോ എന്ന് ചോദിക്കുമ്പോ ഞാനും നിങ്ങളും ഈ ഒരുക്കം ഏത് അർത്ഥത്തിലേക്കുള്ള ഒരുക്കമാണ് ഇവിടെ നടക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മരണത്തിനുള്ള ഒരുക്കമല്ല, മരണത്തെ മറന്നിട്ടുള്ള ദുനിയാവിനോടുള്ള ആർത്തി പൂണ്ട, ദുനിയാവിനോട് പ്രേമം കൂടിയ ഒരു ജീവിത ശൈലിക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഒരു പെണ്ണ് കാണാൻ പോകുമ്പോ എലാപ്പയുടെ മകൾക്ക്, മുത്താപ്പയുടെ മകൾക്ക്, ഉമ്മാന്റെ അനുജത്തിന്റെ മകൾക്ക് എല്ലാവർക്കും കാണണം, എല്ലാവർക്കും കാണണം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇത് എന്തൊക്കെയാണ് മിഠായികൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട്, കുത്തബ് മിനാറിന്റെ ആകൃതിയിൽ മിഠായി, താജ്മഹലിന്റെ ആകൃതിയിൽ മിഠായി, ബുർജ് ഖലീഫയുടെ ആകൃതിയിൽ മിഠായി, ഒരു ചങ്ങാതി ഇങ്ങനെ ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കി കൊടുക്കുക, ഒരു 10 മീറ്റർ 15 മീറ്റർ ഉയരത്തിൽ മിഠായി ഡെക്കറേറ്റ് ചെയ്തിട്ട്, ഇതൊക്കെ അഹന്തയും ഗർവും പൊങ്ങച്ചവും ഒക്കെ നാട്യവും കാണിച്ചിട്ട് പടച്ചവൻ നിനക്ക് തന്ന സമ്പത്ത് ആളുകൾക്കിടയിൽ വമ്പ് കാണിക്കാൻ പൊട്ടിച്ചു തീർക്കുമ്പോ പടച്ചവൻ തന്നത് തിരിച്ചു വിളിക്കാൻ, നിന്നെ കൈനീട്ടുന്ന ഒരു യാചകനാക്കി മാറ്റാൻ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന് ഒരു പ്രയാസം ഉണ്ടാവില്ല. പരീക്ഷണം നമ്മുടെ മുന്നിലേക്ക് ഇനിയും വരും. കൊറോണ വന്നിട്ട് മൂക്കും മുഖമൊക്കെ മൂടിക്കെട്ടി പ്രിയപ്പെട്ടവർ നടന്നിട്ടില്ലേ? നമ്മള് ചെറിയ ചെറിയ കല്യാണങ്ങൾ നടത്തിയില്ലേ? നമ്മള് വാപ്പ മരിച്ചപ്പോ മയ്യത്ത് കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും ഒന്നിച്ചു നിന്ന് നമസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യം നമ്മുടെ മുന്നിൽ കടന്നു വന്നില്ലേ? ആ കൊറോണയൊക്കെ ഒന്ന് പോയി. ഗുഡ്സിലാ മിഠായി കൊണ്ടുപോണത്. വലിയ വലിയ ബേക്കറിയിൽ ഒന്ന് വിളിച്ചു ചോദിച്ചൊക്കെ ഒരു കല്യാണത്തിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്ന മിഠായികളുടെ, പ്രിയപ്പെട്ടവരെ, പലഹാരങ്ങളുടെ ഈ കോലാഹലങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങളാണ് മുൻകൂട്ടി ബുക്ക് ചെയ്ത് ബേക്കറികളെ പോലെയുള്ള വലിയ വലിയ ഷോപ്പുകളിൽ അതിനുവേണ്ട ഒരുക്കങ്ങൾ നടക്കുന്നത്. ആരാ ഇതിന്റെ ഒക്കെ പിന്നിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ചോ? JCBയുടെ ബക്കറ്റില്, കാളവണ്ടിയില്, ലോറിയില്, അങ്ങനെയൊക്കെ പുതുമണ്ണും പുതിയാപ്പിളയും പോയത്
ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വേറെ സമുദായത്തിൽപ്പെട്ടവരെ ഞാൻ മാറ്റി നിർത്തുകയില്ല. മറിച്ച് ആരാതിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ പരിശോധിച്ചോ. അല്ലാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ല തസ്കിയത്ത് നമ്മുടെ വരും തലമുറക്ക് ഓരോ പ്രദേശത്തെയും, ഈ പ്രദേശത്തെ, ഈ ഗ്രാമപ്രദേശത്തെ, ഇതിന് ഈ ആദർശ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മനുഷ്യരെ, നിങ്ങൾ ആദർശനിബിഡമായ നേതൃത്വം നൽകിയിട്ടില്ലെങ്കിൽ നാളെ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്ത, നിങ്ങളെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റുന്ന, ആരാ ഞങ്ങളെ ഉപദേശിക്കാൻ നിങ്ങളെ എന്ന് ആവർത്തിച്ചു ചോദിക്കുന്ന, നിങ്ങളുടെ മുഖത്തേക്ക് തിരിച്ചു തുപ്പുന്ന ഒരു പുതിയ തലമുറയെ നിങ്ങൾ നിങ്ങളുടെ കരങ്ങളാൽ വാർത്തെടുക്കും. ഉറപ്പാ, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാ പറയുന്നത്, ആദർശനിബിഡമായ, പടച്ചവനെ മറക്കാത്ത, പരലോകത്തെ ഓർത്തു പോകുന്ന, ഖബറിനെ കുറിച്ച് ചിന്തിക്കുന്ന, മരണത്തെ കുറിച്ച് ആലോചിക്കുന്ന, സ്വർഗ നരകങ്ങളെ കുറിച്ച് ആലോചിച്ച് ആ സ്വർഗം എനിക്ക് കിട്ടാതെ പോകുമോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ ആ നരകത്തെ കുറിച്ച് ആലോചിച്ച്, അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് ഭക്തി നിമിത്തം കരഞ്ഞു പോയാൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ കരഞ്ഞാൽ, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ആ മനുഷ്യൻ നരകത്തിൽ കിടക്കുകയില്ല. ഉമ്മമാരെ ശരിക്ക് കേട്ടോളൂട്ടോ, അള്ളാന്റെ റസൂൽ തരുന്ന വാഗ്ദാനമാണ്. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് റബ്ബിനോടുള്ള ഭക്തി നിമിത്തം ഒരു മനുഷ്യൻ കരഞ്ഞു പോയാൽ, ലാ യൽജുൻ നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. എത്ര കാലം നരകത്തിൽ കിടക്കൂല എന്നാ പറഞ്ഞത്? എത്ര കാലം? ഹത്താ യഊദൽ ലബനു ഫിൽ റഈ, കറന്നെടുത്ത പാല് അകിടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ. കറന്നെടുത്ത പാല് അകിടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ പോകുമോ? ഒരു പശുവിന്റെ, ആടിന്റെ, മാടിന്റെ പാല് കറന്നെടുത്താൽ ആ പാല് അകിടിലേക്ക് തിരിച്ചു കയറി പോകുമോ? ഇല്ല എന്നതാണ് ഉത്തരമെങ്കിൽ ലോകരക്ഷിതാവായ റബ്ബിനെ ആരാധിച്ചിട്ട്, അതേ അർറഹ്മാനായ റബ്ബിനെ, അർറഹീമായ റബ്ബിനെ, അൽ ജബ്ബാറായ റബ്ബിനെ, അതേ കടുത്ത ശിക്ഷ നാളെ പരലോകത്ത് തരുമ്പോ ഒരു ഇളവും തരില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ മലകളോളം നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്തു പോയോ? കടലിലെ നുരയോളം നിങ്ങളുടെ ജീവിതത്തിൽ അപകടം സംഭവിച്ചു പോയോ? അബദ്ധം സംഭവിച്ചു പോയോ? അള്ളാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങളെ ഉയർത്തി ലോകരക്ഷിതാവായ റബ്ബ് ഓരോ രാത്രിയും അതിനെ മൂന്നായി തിരിച്ചാൽ അവസാനത്തെ ഭാഗത്ത് യൻസിലു റബ്ബുനാ തബാറക വതആല ഇല സമാഇ ദുനിയ കുല്ല ലൈല, ഓരോ രാത്രിയും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അതേ ഒന്നാം ആകാശത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട്, ആരുണ്ട് എന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ, ഞാൻ അവന് അത് പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. ആരുണ്ടെന്നോട് പശ്ചാത്തപിക്കാൻ, ഞാൻ അവന് മാപ്പ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരു രാത്രിയല്ല, കുല്ല ലൈല, എല്ലാ രാത്രിയും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മനുഷ്യരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകളെ പുറത്തു തരാൻ, എന്നെയും നിങ്ങളെയും ശുദ്ധീകരിക്കാൻ പടച്ചവൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് 3 മണിക്ക്, 3:30ക്ക്, 4 മണിക്ക് എണീറ്റ് എന്റെ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ എത്ര പേർ ഒരു 3 റക്അത്ത് നമസ്കരിച്ചു? അങ്ങനെ ശീലമുള്ളവരുണ്ട്. നിങ്ങൾ ആരും കൈപൊക്കേണ്ടതില്ല, ആരും ഉത്തരം പറയേണ്ടതില്ല. മനസ്സിനോട് ചോദിക്കൂ. ഇവിടെ ഇരിക്കുന്ന ഓരോ ഉമ്മമാരും, ഇവിടെ ഇരിക്കുന്ന ഓരോ ഉപ്പമാരും, നിങ്ങൾ മനസ്സിനോട് ചോദിക്ക്. ഒരു രാത്രി ഒരു 5 റക്അത്ത്, ഒരു 3 റക്അത്ത്, 7 റക്അത്ത്, അങ്ങനെ പതുക്കെ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. ശരി, ആ അർത്ഥത്തിൽ ഒരു 3 റക്അത്ത് നമസ്കരിച്ച് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് തന്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉമ്മയുടെ മക്കളുടെ ഓരോ പ്രശ്നങ്ങള് വഴിതെറ്റിപ്പോകുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ ഈ സുഹൃത്ത് വലയത്തിന്റെ മായാവൃത്തത്തിൽ കൊണ്ടുപോയി അപകടത്തിലാക്കല്ലേ എന്ന് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തി പറഞ്ഞ് കരഞ്ഞവർ എത്ര പേരുണ്ട്? ആരും കാണാനില്ല. ജനങ്ങളെ കുറങ്ങുകയാണ്, നമ്മൾ മാത്രം എഴുന്നേറ്റിരിക്കുകയാണ്. ഒളിവെടുത്ത് കുളിക്കണമെങ്കിൽ കുളിച്ച് ഒളിവെടുത്ത് പ്രിയപ്പെട്ടവരെ മുസല്ല വിരിച്ച് ആ താടിരോമങ്ങളിലൂടെ ഇങ്ങനെ കണ്ണുനീർ ഒറ്റി വീണ്, പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന സദസ്സിൽ എത്ര പേരുണ്ട്? ദൂരെ നിന്ന് എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ഓരോരുത്തർക്കും അറിയാലോ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച്, നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ഭാര്യയെ കുറിച്ച്, നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ മരുമക്കളെ കുറിച്ച്, നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ മക്കളെ കുറിച്ച്, നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ജേട്ടന്മാരെ കുറിച്ച്, അനുജന്മാരെ കുറിച്ച്. ഉത്തരം പറയൂ മനസ്സിൽ. എത്ര പേരുണ്ട് ഈ സമ്മേളിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ
അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് രാത്രി എഴുന്നേറ്റ് ഒറ്റയ്ക്കിരുന്ന് കരയുന്നവർ, ഒരു 3, 5, 7, 9, 11 റക്അത്ത് നമസ്കരിക്കുന്നവർ, ഉത്തരം പറയൂ നമ്മുടെ മനസ്സിനോട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാഗ്ദാനമാണ്. എന്താണ് വാഗ്ദാനം? അങ്ങനെ കരഞ്ഞവൻ ഇല്ല, കറന്നെടുത്ത പാല് അകിടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ ഒരിക്കലും അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ആ ഹദീസിന്റെ ബാക്കി എന്താണെന്നറിയോ? നമ്മുടെ മനസ്സിലൊക്കെ വലിയ സന്തോഷം തോന്നുന്ന ഒരു ഹദീസാണത്. ഇപ്പൊ നമ്മള് ഒരു തസ്കിയത്താണ് ഇത്രയും സമയം പറഞ്ഞത്. അതുവരെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവും. എന്ത് സംസാരം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇവർക്കൊന്നും നേരം വെളുത്തിട്ടില്ല എന്ന് ആലോചിക്കുന്ന ആളുകൾ ഉണ്ടാവും. മ്യൂസിക്കിനെ എതിർക്കുന്ന, വേഷവിധാനത്തെ എതിർക്കുന്ന, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നീ മുന്നോട്ട് പോകുന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. എന്നാൽ കുത്തുവാക്ക് പറയുന്നവർ ഇല്ല, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. തൗഹീദ് പറയുമ്പോ കൂക്കി വിളിക്കുന്നവർ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ചീമുട്ട കൊണ്ടെറിഞ്ഞവർ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. കല്ലെറിഞ്ഞവർ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സിലുള്ള ആശ്വാസം എന്തെന്നറിയുമോ? ഓരോ മുസ്ലിമും കരുതിയിരിക്കേണ്ട, മനസ്സിൽ സൂക്ഷിക്കേണ്ട, പാറയിൽ കൊത്തിയിട്ടതുപോലെ ഹൃദയത്തിൽ ഇങ്ങനെ വരച്ചു വെക്കേണ്ട ഒന്നാണ്. നിങ്ങൾ കേൾക്കേണ്ടി വരുന്ന ആക്ഷേപങ്ങൾ, നിങ്ങൾ കേൾക്കേണ്ടി വരുന്ന ആരോപണങ്ങൾ, നിങ്ങൾ കേൾക്കേണ്ടി വരുന്ന കുത്തുവാക്കുകൾ, നിങ്ങൾ കേൾക്കേണ്ടി വരുന്ന അപഹാസ്യങ്ങൾ, നിങ്ങൾ കേൾക്കേണ്ടി വരുന്ന പരിഹാസവാക്കുകൾ എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പൊടിപടലങ്ങളാണ്. അത് ഒരിക്കലും നരകത്തിന്റെ പുകയുമായി, ഉരുണ്ട് കയറുന്ന നരകത്തിന്റെ പുകയുമായി യോജിക്കുകയില്ല എന്ന് അല്ലാഹു തആലയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ക്ഷമിച്ചോ, കുത്തുവാക്ക് കേൾക്കുമ്പോ, ഈ തിന്മക്കെതിരെ നിങ്ങൾ പറയുമ്പോ നിങ്ങൾ ഒറ്റപ്പെടും, നിങ്ങളെ ഒറ്റപ്പെടുത്തും. നിങ്ങൾക്കൊന്നും ഇന്നും കാര്യങ്ങള് ഈ ലോകം തിരിയാത്തവരാണെന്ന് പറയും. ക്ഷമിച്ചോ, ചിരിച്ചോ, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോ. കാരണം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅയുടെ ഇങ്ങനെ പകുതി കഴിഞ്ഞിങ്ങനെ ആ നരക അവകാശികളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് അസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ എന്താ പറയുന്നത്? ഫി സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ വകാനൂ യുസിറൂന അലൽ ഹൈൻസിൽ അളീം وكانوا يقولون أإذا متنا وكنا ترابا وعظاما أإنا لمبعوثون أباؤنا الأولون قل إن الأولين والآخرين. ഇതിന്റെ അർത്ഥം ഇങ്ങനെ വെച്ചോക്ക്. ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തുളച്ചു കയറുന്ന ആ ചൂട്. അപ്പൊ ശരീരത്തിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന ചൂട് എന്നൊക്കെ പറയുമ്പോ നരകത്തിന്റെ ചൂടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നൂല. മനുഷ്യന്റെ തൊലിയുടെ കട്ടി 40 മുഴമാണ് പ്രിയപ്പെട്ടവരെ. 40 മുഴം എന്ന് പറഞ്ഞാൽ ഒരു മുഴം തന്നെ 1.5 ഫീറ്റാണ്. 60 അടിയോളം കട്ടിയുണ്ടാകും മനുഷ്യന്റെ തൊലിക്ക്. അതിലിങ്ങനെ കത്തി ഉള്ളിലേക്ക് പ്രവേശിച്ച് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് എത്തി നോക്കുന്ന തീനാളങ്ങൾ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നരകാഗ്നിയിൽ നിന്നിങ്ങനെ ഉയർന്ന് പൊന്തുന്ന പുക കൊണ്ട് തണലിട്ട് കൊടുക്കുന്ന ആ നരകം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് അല്ലാഹു പറയാ, ഇതവർക്ക് കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അളീം. ഈ 2 ആയത്ത് ഈ സംസാരം കഴിഞ്ഞു പോകുമ്പോ ഇനി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ 2 ആയത്ത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. എന്താണത്? ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ. അവർ സുഖലോലുപന്മാരായി ജീവിച്ചു. നമുക്ക് നമ്മുടെ സുഖം, അല്ലാഹു പറഞ്ഞ നിയമം നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ സുഖം, നമ്മുടെ ആസ്വാദനം, നമ്മുടെ കാട്ടിക്കൂട്ടലുകൾ നമുക്ക് സന്തോഷിക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടണം. അങ്ങനെ സുഖലോലുപന്മാരായി അവരിങ്ങനെ ജീവിച്ചു. പോരാ, വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അളീം. തെറ്റാണെന്നറിഞ്ഞിട്ടും ആ തെറ്റിൽ അവർ ശാഠ്യം പിടിച്ചു നിന്നു, ഉറച്ചു നിന്നു. തെറ്റാണെന്നറിഞ്ഞാൽ, യുവാക്കളെ, എന്നെ കേൾക്കുന്നവരെ, ഇത് ശരിയല്ലെന്നറിഞ്ഞാൽ ആര് നമുക്കെതിരായാലും ആ ശരിയല്ലാത്തതിനെ വിട്ട് ശരിയുടെ മാർഗത്തിലേക്ക്, ഋജുവായ, നേരായ, ചൊവ്വായ, ശരിയായ, സിറാത്തുൽ മുസ്തഖീമായ മാർഗത്തിലേക്ക് വരാൻ ഒരാളും നമ്മുടെ മുന്നിൽ തടസ്സമായി കൂടാ. കാരണം തെറ്റാണെന്നറിഞ്ഞിട്ട് ആ തെറ്റിൽ ഞാൻ നിന്നുപോയാൽ, ഉറച്ചു നിന്നാൽ നരകം എന്നെ പിടികൂടും നാളെ ഒരു രക്ഷയും ഉണ്ടാവില്ല.
അതാ പറഞ്ഞത്, ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അളീം വകാനൂ യഖൂലൂന അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമ അഇന്നാ ലമബ്ഊസൂൻ. ഇതെന്തൊരു ഉയർത്തെഴുന്നേൽപ്പാണ്! എല്ലും ശരീരമൊക്കെ മണ്ണായി തീർന്ന് അവിടെ അങ്ങോട്ട് തീർന്നു പോയിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആലോചിച്ചു പോകുന്ന, പരലോകമെന്ന് പറയുന്ന റബ്ബിന്റെ കോടതിയിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുവരുന്ന ആ സമയത്ത് ഭയവിഹ്വലരായി മനുഷ്യനിങ്ങനെ അന്താളിപ്പോടുകൂടി വർത്തമാനം പറഞ്ഞു പോകുന്ന ഒരു ലോകം വരാനുണ്ട് എന്ന് അള്ളാഹുവിന്റെ മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പിനെയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും കാണേണ്ടത്. ഈ മരണത്തിനൊരുങ്ങുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. മരണം ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. പക്ഷേ മരണത്തിനു വേണ്ടി ഒരുങ്ങുക, തൗഹീദ് എന്താന്ന് മനസ്സിലാക്കുക, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന, നമ്മൾ അത് മാത്രം ചെയ്യുന്നവരാണ്. അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. റബ്ബിന്റെ വഹ്ദാനിയത്തിൽ ഒരു മൈന്യൂട്ട് പോയിന്റ് പോലും കളങ്കമുണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിഷ്കളങ്കരായ നമ്മെ അള്ളാഹു ഈ അള്ളാഹുവിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തി ഇതിന്റെ ദഅവത്തിന്റെ പ്രോജ്വലമായ മേഖലയിൽ മുന്നോട്ട് പോകാൻ, ഇതിന്റെ നല്ല മുന്നോട്ടുള്ള ശക്തമായ ഗമനം നടത്താൻ അള്ളാഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരു നിലക്കുമുള്ള കെട്ടിക്കൊണ്ടുവന്ന നിങ്ങളുടെ മരുമക്കൾ ഉണ്ടാകും. എന്താ ഒരു നൂല് കെട്ടിയാൽ, എന്താ ഒരു ഏലസ് കെട്ടിയാൽ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന, അല്ലെ ഈ അസുഖത്തിന്, മോന്റെ അസുഖത്തിന് ഇല്ല ഇങ്ങനൊന്നും ഡോക്ടറെ കാണിച്ചിട്ട് മാറുന്നില്ല, പലരും നമ്മുടെ ചെവിയിൽ കുറുകുറു വർത്തമാനങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ചിലപ്പോ തോന്നിപ്പോകാം അവിടെ ഒന്ന് പോയാലോ ഇവിടെ ഒന്ന് പോയാലോ. ഇല്ല, ഒരു നിലക്കുമുള്ള ഷിർക്കിന്റെ ഒരു അംശം പോലും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗത്ത് വരരുത്. കാരണം എന്താ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന, ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന, ഇമാം നസായി ഉദ്ധരിക്കുന്ന, ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന, ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന അധിക ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും വന്ന ഒരു ഹദീസ് എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈആ. ഒരു മനുഷ്യൻ മരിച്ചു, അവൻ ഒന്നിനെയും ശിർക്ക് വെക്കാതെയാണ് മരിച്ചത്. അള്ളാഹുവിൽ ഒന്നിനെയും ശിർക്ക് വെക്കാതെയാണ് ഒരാൾ മരിച്ചതെങ്കിൽ എന്താ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അള്ളാഹു നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ നാളെയുടെ ലോകത്ത്. സുഹൃത്തുക്കളെ, ഒരു മനുഷ്യൻ ശിർക്ക് വെക്കാതെ മരിച്ചാൽ അവൻ സ്വർഗ്ഗത്തിലാണ്. വമൻ മാത യുശ്രികു ബില്ലാഹി ശൈആ, എന്തെങ്കിലും ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് ഒരാൾ മരിച്ചതെങ്കിൽ ദഖലൻ നാറ, അവൻ നരകത്തിലാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വലിയ ശിർക്കിൽ നിന്നും ചെറിയ ശിർക്കിൽ നിന്നും ഒക്കെ സർവശക്തനായ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇത് ഇമാം ബുഖാരി, മുസ്ലിം, തുർമുദി, നസായി റഹ്മത്തുള്ളാഹി അലൈഹി അധിക ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും പണ്ഡിതന്മാരുടെ റിപ്പോർട്ടുകളിലും കടന്നു വരുന്ന ഹദീസാണ്. അള്ളാഹു തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഗൗരവമായ കാര്യങ്ങളെ ഗൗരവമായി കാണാൻ നമുക്ക് കഴിയണം. അതിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കടുത്ത പാപം വരാതിരിക്കുക എന്നതാണ് മരണത്തിനു വേണ്ടി ഒരുങ്ങുക എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നാളെ അർശിന്റെ തണലിങ്ങനെ കൊടുക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ യുവാക്കളെ നമ്മളെ എണ്ണിയില്ലേ? എന്താ എണ്ണിയത്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന യുവാവ്, യുവതി, ചെറുപ്പക്കാരികളെ, നൂജൻ വിഭാഗമേ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറാവണം. മുജാഹിദ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അതാ, ത്യാഗം സഹിക്കുന്നവനെന്നാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, പടച്ചവന് വേണ്ടി ത്യാഗം സഹിക്കാൻ, ക്ലബിന് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി, ഇപ്പൊ ഇനി പഞ്ചായത്ത് ഇലക്ഷനില്ലേ ഓടി നടക്കുന്ന ചെറുപ്പക്കാരെ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ വഹ്ദാനിയത്തിന് വേണ്ടി, അവന്റെ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി, അവന്റെ പള്ളിക്ക് വേണ്ടി, പ്രിയപ്പെട്ടവരെ, ഖബറിലൊറ്റയ്ക്ക് കിടക്കുമല്ലോ എന്ന ബോധം ഉണ്ടായതിന്റെ പേരിൽ ഞാനും നിങ്ങളും ഏതർത്ഥത്തിലുള്ള ഓട്ടമാണ് നടത്തിയിട്ടുള്ളത്? എന്റെ മോക്ക് +1 +2 അല്ല, SSLC പരീക്ഷക്കൊരുങ്ങുന്ന മോക്ക് രാവിലെയും വൈകുന്നേരവും ട്യൂഷൻ സംഘടിപ്പിച്ചപ്പോ പ്രിയപ്പെട്ടവരെ, ഈ വാപ്പ ഇന്ന് മരിച്ചാൽ ആ മോളെ വിളിച്ചു ചോദിക്കണം, ആ മോനെ വിളിച്ചു ചോദിക്കണം, സ്വകാര്യമായി ഒന്നിരുത്തി കാറിലിരുത്തി അഭിമാനത്തിന് ക്ഷതം വരുത്തണ്ട, ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് ചോദിക്കണ്ട, മോനെ മയ്യത്ത് നിസ്കാരത്തിന്റെ 4 തക്ബീറുകളിൽ
എന്താണ് ചൊല്ലേണ്ടത്? ഒന്നാമത്തെ തക്ബീർ, രണ്ടാമത്തെ തക്ബീർ അവൻ ഉത്തരം തന്നു. മൂന്നാമത്തെ തക്ബീറിൽ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. മരിച്ചു കിടക്കുന്ന വാപ്പാക്ക് വേണ്ടി, നമ്മെ കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മാക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ജീവിതത്തിന്റെ എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളും നമ്മിൽ നിന്ന് മറച്ചു വെച്ച, അതെ നമ്മിൽ നിന്ന് മറച്ചു വെച്ച മെഴുകുതിരി പോലെ ഉരുകിത്തീർന്ന നമ്മുടെ വാപ്പ, പ്രിയപ്പെട്ടവർ, ഈ ഖബറിൽ കിടക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ഖബറിന്റെ മുന്നിൽ എത്തുന്നതിന് മുമ്പ് നിസ്കാരത്തിന്റെ മുന്നിൽ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോ, പടച്ചവനെ അല്ലാഹുവേ പുറത്തു കൊടുക്കണേ, അല്ലാഹ് എന്റെ വാപ്പാക്ക്, പടച്ചവനെ പുറത്തു കൊടുക്കണേ എന്റെ ഉമ്മാക്ക് എന്ന് പറഞ്ഞിട്ട് ആ കൈകെട്ടി നിന്ന് പ്രാർത്ഥിക്കില്ലേ? ആ പ്രാർത്ഥന നിങ്ങളുടെ SSLC മോന്, മോക്ക്, +1 +2 മോന്, മോക്ക്, ഡിഗ്രിക്കാരനായ നിങ്ങളുടെ മകന്, മകൾക്ക് എത്ര പേർ അർത്ഥസഹിതം അറിയും? നിങ്ങൾ എത്ര വലിയ കോഴ്സ് തിരഞ്ഞെടുത്താലും ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്, നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് വളർത്തിയ മോനും മോളും നാളെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ പരലോകത്ത് എന്റെ ഉമ്മാനെ തരുമോ റബ്ബേ, എന്റെ വാപ്പാനെ തരുമോ റബ്ബേ? വൈക്കോൽ ചവിട്ടി മതിക്കുന്നത് പോലെ കാലിനടിയിലിട്ട് ചവിട്ടാമെന്ന് നമ്മുടെ മക്കൾ നമുക്കെതിരെ തിരിഞ്ഞ് പടച്ചവനോട് നാളെ പറയുന്നൊരവസ്ഥ വന്നാൽ, ആർക്കു വേണ്ടിയാണ് മാതാപിതാക്കളെ നിങ്ങൾ അധ്വാനിച്ചത്? എന്നെ കേൾക്കുന്ന ഈ നാട്ടിലെ മനുഷ്യരെ, ആർക്കു വേണ്ടിയാണ് നിങ്ങൾ രാപ്പകൽ അധ്വാനിച്ചത്? പ്രവാസ ലോകത്ത് 20, 30, 40 വർഷം അധ്വാനിച്ചിട്ട് വയസ്സാങ്കാലത്ത് നാട്ടിൽ തിരിച്ചു വന്ന് ഇവിടെ നിൽക്കുമ്പോ മക്കളുടെ പിറുപിറുപ്പ് കേട്ട്, ഇല്ലേ, കുടുംബത്തിന്റെ പിറുപിറുപ്പ് കേട്ട് വരുമാനങ്ങൾ അടഞ്ഞു പോകുമ്പോ, സോഴ്സുകൾ അടഞ്ഞു പോകുമ്പോ, നിങ്ങളെ വേണ്ട എന്ന് വെക്കുന്ന ഘട്ടം വരുമ്പോ ആർക്കു വേണ്ടിയാണ് നമ്മൾ അധ്വാനിച്ചത്? ഈ മോനും ഈ മോളും, ഡിഗ്രി നേടിയെടുത്ത മോള്, ബിരുദാനന്ദ ബിരുദം വാങ്ങിയെടുത്ത ആള്, എഞ്ചിനീയറിംഗ് ലോകത്ത് അറിയപ്പെട്ട ഒരാളായി മാറിയ മോന്, മോള്, മെഡിക്കൽ രംഗത്ത് അറിയപ്പെട്ട മകന്, മകള്, ഞാൻ ചോദിക്കട്ടെ, വാപ്പാക്കും ഉമ്മാക്കും എതിരായി മാറുമ്പോ ആരുണ്ട് പ്രിയപ്പെട്ടവരെ? ആർക്കു വേണ്ടിയാണ് നമ്മൾ അധ്വാനിച്ചത്? ആർക്കു വേണ്ടിയാ? ഇതൊക്കെ ചോദ്യങ്ങളാണ്, ഇതൊക്കെ ചോദ്യമാണ്. വാപ്പിയമ്മ ഒരേ കട്ടിലിൽ കിടക്കുക, ആ കട്ടിലിൽ കിടക്കുമ്പോ ഉമ്മാന്റെ മരണം ഒരുപക്ഷെ വാപ്പ അറിയില്ല. വാപ്പയും ഉമ്മയും ഒരുമിച്ച് കിടക്കുമ്പോ ഉപ്പന്റെ മരണം ഒരുപക്ഷെ ഉമ്മ അറിയില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ നാട്ടിൽ എടക്കര എന്ന് പറയുന്ന പ്രദേശത്തിന്റെ തൊട്ടപ്പുറമാണ് ചുങ്കത്ര എന്ന് പറയുന്ന സ്ഥലം, ചാലിയാർ ഒഴുകുന്ന ആ പ്രദേശം, മുണ്ടേരി, പോത്തുകല്ല് എന്നൊക്കെ പറയുന്ന സ്ഥലം. നിങ്ങൾ വയനാടിന്റെ ചൂരൽമലയിലും അതേ മുണ്ടക്കയിലും ഉണ്ടായ ഒരു ചെറിയ വിള്ളൽ, അത് ഇന്ത്യയുടെ മാപ്പെടുത്ത് പരിശോധിച്ച ചെറിയൊരു വിള്ളലാണ്. ലോകത്തിന്റെ മാപ്പെടുത്ത് പരിശോധിച്ചാൽ ഒരു കടുകുമണിയിട്ടടയാളപ്പെടുത്താൻ പോലുമില്ലാത്ത അപകടമാണ്. എന്നിട്ട് ഞങ്ങളുടെ നാടിന്റെ പ്രദേശത്തു നിന്നാണ് 260ഓളം മയ്യത്തുകൾ, ചിലത് ഭാഗികമായി, ചിലത് മുക്കാല്, ചിലത് പൂർണ്ണമായി ഞങ്ങൾ പിടിച്ചെടുത്തത്. വെള്ളത്തിലൂടെ, ചാലിയാറിന്റെ വെള്ളത്തിൽ, കുത്തൊഴുകി വരുന്ന ചാലിയാറിന്റെ കലങ്ങിയ വെള്ളത്തിൽ നിന്ന് ആ നാട്ടിലെ മനുഷ്യരിങ്ങനെ പിടിക്കുകയായിരുന്നു. ചൂരൽമലയിൽ നിന്ന്, മുണ്ടക്കയിൽ നിന്ന് 1.5 മണിക്കൂർ സൗണ്ട് കേട്ട്, ചില ആളുകളൊക്കെ സൗണ്ട് കേട്ട് പുറത്തിറങ്ങി ഇങ്ങനെ മുകളിലേക്ക് കയറി. കെട്ടിയിടാത്ത നാക്കാലികൾ, പശു, ആട്, മാടുകൾ അവർ കാട്ടിലേക്ക് കയറിപ്പോയി. 2.5 മണിക്ക് വീണ്ടും ഒരു സൗണ്ട് വന്നു. പിന്നെ ഒന്നും ചിന്തിക്കാൻ അവർക്ക് നേരം കിട്ടിയിട്ടില്ല. തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് അമ്മിഞ്ഞപ്പാല് നൽകിക്കൊണ്ടിരിക്കുന്ന കുട്ടിയും ഉമ്മയും വീട് പൊളിഞ്ഞു വീണ് ഇങ്ങനെ ഒലിച്ചു പോയിട്ട് ആ ഉമ്മ രക്ഷപ്പെട്ടത് ഉമ്മ പറയുന്നുണ്ട്. ഞാൻ കുറെ സമയം എന്റെ പൊന്നു മോനെ ചേർത്ത് പിടിച്ചു നോക്കി, എന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയല്ലോ എന്ന് പറഞ്ഞ് വാക്കുകൾ കിട്ടാതെ, ചുണ്ടുകൾ വിതുമ്പി, ഗദ്ഗതമായ തൊണ്ടയുമായി, കണ്ണു നിറഞ്ഞ് അക്ഷരങ്ങൾ പറയാനാവാതെ വിറച്ച് സംസാരിച്ച സഹോദരിമാരെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ലേ സുഹൃത്തുക്കളെ? ഗൾഫിൽ നിന്ന് മോൻ മടങ്ങി വരുമ്പോ 13 അംഗ കുടുംബത്തിൽ അവൻ മാത്രമായി, ഇവിടെയായിരുന്നു എന്റെ വീട്, ഇതാണ് എന്റെ വീടെന്നല്ല, ഇവിടെയായിരുന്നു എന്റെ വീട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോ ഒരു തറ പോലും കാണിച്ചു കൊടുക്കാനില്ലാതെ എല്ലാം ഒലിച്ചുപോയ ചൂരൽമലയിലെ, മുണ്ടക്കയിലെ ആ മനുഷ്യരെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞങ്ങളുടെ നാടിന്റെ 5-6 കിലോമീറ്റർ ഇപ്പുറം കിടക്കുന്ന ചാലിയാറിന്റെ ആ വെള്ളത്തിൽ നിന്നാണ് 250-ലധികം 260ഓളം മയ്യത്തുകൾ ചെളിയിൽ പുരണ്ട് അതിങ്ങനെ എടുത്തിട്ട്, സ്ത്രീകളുടെ ബോഡിയാണെങ്കിൽ സ്ത്രീകൾ കഴുകാൻ, പുരുഷന്മാരുടെ ബോഡിയാണെങ്കിൽ പുരുഷന്മാർ കഴുകാൻ, നിലമ്പൂരിന്റെ മോർച്ചറിയിലേക്ക്, പരിസരത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയി
അല്ലേ പ്രിയപ്പെട്ടവരെ? ഉണ്ടായില്ലേ? കവളപ്പാറയിൽ അപകടമുണ്ടായപ്പോ അവിടുത്തെ സലഫി പള്ളിന്റെ വാതിൽ തുറന്നു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് കയറ്റിക്കോളൂ, ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ പോസ്റ്റ്മോർട്ടം വേണമെങ്കിൽ അത് ചെയ്തോളി എന്ന് പറഞ്ഞ് പള്ളിയുടെ വാതിൽ തുറന്നു കൊടുത്തത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയോ സുഹൃത്തുക്കളെ? ആ അപകടം നടന്ന സ്ഥലത്തേക്ക്, ചൂരൽമലയിലേക്കും മുണ്ടക്കൈയിലേക്കും ഈ ആയത്തൊന്ന് ഇങ്ങനെ വെച്ചു നോക്കൂ. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. മനുഷ്യ, നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ നിനക്ക് കഴിയില്ല. ആർക്ക് കഴിയും പ്രിയപ്പെട്ടവരെ? ഒരു സൂചന ചൂരൽമലയിലോ മുണ്ടക്കൈയിലോ നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു സൂചനയുടെ ഒരു വർത്തമാനം പറയാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടായിരുന്നോ? എന്താ അതിന്റെ അർത്ഥം? നാളെ നീ എവിടെ വെച്ച് മരിക്കും? കിടന്നുറങ്ങുമ്പോ വിചാരിച്ചോ, ഞാൻ 80 കിലോമീറ്റർ അപ്പുറമുള്ള ചാലിയാറിന്റെ, മുണ്ടേരിയുടെ ചാലിയാറിന്റെ കുത്തൊഴുകി വരുന്ന വെള്ളത്തിൽ നിന്നായിരിക്കും എന്റെ വാപ്പാന്റെ മയ്യത്ത്, എന്റെ ഉമ്മാന്റെ മയ്യത്ത്, അല്ല എന്റെ ഭാര്യയുടെ മയ്യത്ത്, അല്ല എന്റെ പൊന്നുമോളുടെ മയ്യത്ത്, എന്റെ മയ്യത്ത്. കിടന്നുറങ്ങുമ്പോ ചൂരൽമലയിലെ മുണ്ടക്കൈയിലെ ചുങ്കത്ര ഇടക്കരയിലേക്ക് 80 കിലോമീറ്റർ ദൂരമുണ്ട്. റോഡ് വഴി വരികയാണെങ്കിൽ ഇനി ചാലിയാർ എന്ന് പറയുന്ന വെള്ളത്തിന്റെ ആ ഉറവ് നീര് പൊട്ടിപ്പുറപ്പെടുന്നത് മുതൽ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണെങ്കിൽ ഒരു 30-35 കിലോമീറ്റർ ഉണ്ട്. നിങ്ങൾ ആലോചിക്ക്, കിടന്നുറങ്ങുമ്പോ വിചാരിച്ചോ, നാളെ പുലർച്ചെ അല്ലെങ്കിൽ രാത്രി അർദ്ധരാത്രി എന്റെ ഈ അപകടം സംഭവിച്ച് എന്റെ മയ്യത്ത് സ്വപ്നമെങ്കിലും കണ്ടിട്ടുണ്ടാകുമ്പോ മനുഷ്യരെ? ഒരു 80 കിലോമീറ്റർ അപ്പുറത്ത് ഒലിച്ചുപോയി കുറ്റിക്കാടിൽ കുടുങ്ങി ഒലിച്ചു വന്ന മരത്തിന്റെ വേരുകളിൽ കുടുങ്ങിക്കിടന്ന് എന്റെ മയ്യത്തെടുക്കുന്ന, കാല് വേറെയായി, കൈകാലുകൾ വേറെയായി, തലതെറിച്ചു പോയ മയ്യത്തെടുത്ത് ഖബറിലേക്ക് വെക്കുമെന്ന് ആരെങ്കിലും ഓർത്തിട്ടുണ്ടാകുമോ പ്രിയപ്പെട്ടവരെ? ഈ ആയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇത് അവർക്ക് സംഭവിച്ചു. ഇന്ന് രാത്രി നോർമൽ അവസ്ഥയിൽ നമ്മൾ മരിച്ചാൽ ആ മരണത്തിന് നമ്മൾ ഒരുങ്ങിയോ? നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു നീ? എന്താ നമ്മുടെ കയ്യിലുള്ളത്? മോൻ ആദ്യമായി ഗൾഫിലേക്ക് പോവുക, മോനോട് പറയാണ്, ശ്രദ്ധിക്കണം കേട്ടോ, പലതും പ്രശ്നങ്ങൾ ഉണ്ടാകും. എയർപോർട്ടിനെ കുറിച്ച്, ആ പാസ്പോർട്ടിനെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും നമ്മൾ ബോധം കൊടുക്കുകയാണ്. അവനിങ്ങനെ പറഞ്ഞു കൊടുക്കുക, പോയ വാപ്പ, പോയ കുടുംബത്തിലെ ആളുകൾ അവിടെ ചെന്നാൽ ശ്രദ്ധിക്കേണ്ടത് റൂമിനെ കുറിച്ച് പറയാൻ ആളുണ്ട്. എന്നാൽ എന്നേക്കാൾ ഹൈറ്റും വെയിറ്റും ഉള്ള മോനെ വിളിച്ചിട്ട് പെട്ടെന്ന് രാത്രി ഇന്ന് മരിക്കേണ്ടി വന്നാൽ, മോനെ നിസ്കാരത്തിന്റെ ബാഗ് എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടോ? സുന്നത്ത് നമസ്കാരങ്ങളുടെ കിറ്റ് എവിടെ ചോദിച്ചിട്ടുണ്ടോ? മോനെ സ്വതക്ക കൊടുത്തതിന്റെ ബാഗ് എവിടെ? ഒരു ഒരുക്കം നടത്തിയിട്ടുണ്ടോ ഇന്ന് രാത്രി? അതല്ലേ കിടക്കുമ്പോ പറയുന്നത്, അല്ലാഹുവേ ബിസ്മിക അമൂതു വ അഹ്യാ, പടച്ചവനെ നിന്റെ നാമത്തിലാണ് എന്റെ മരണം. ഈ ഉറക്കത്തിൽ ഞാൻ മരിച്ചു പോയാൽ റബ്ബേ എന്റെ മരണം നിന്റെ നാമത്തിലായ മരണമാക്കി നീ സ്വീകരിക്കണേ അല്ല എന്നല്ലേ ഈ പറയുന്നത്? എന്നാൽ ആ ഓർമ്മണ്ടോ? കിടന്നുറങ്ങുമ്പോ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് ആവശ്യമില്ലാത്ത സൈറ്റുകളിൽ കയറിയിട്ട് പോൺ സൈറ്റുകൾ വരെ കണ്ണുകൊണ്ട് കണ്ടിട്ട് അതിങ്ങനെ നെഞ്ചിലേക്ക് ഉറക്കം വന്ന് നെഞ്ചിലേക്ക് വെച്ച്, തലയുടെ ഭാഗത്ത് വെച്ച്, അല്ല കയ്യെത്തുന്ന ദൂരത്തേക്ക് വെച്ച് അന്നത്തെ രാത്രിയിൽ ഏറ്റവും അവസാനം ഉറക്കം വന്ന അവസാനത്തെ സെക്കൻഡിലും കണ്ടത് പടച്ചവന് ഇഷ്ടമില്ലാത്തത്, കേട്ടത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത്, ചെയ്തത് റബ്ബിന് ഇഷ്ടമില്ലാത്തത്, അങ്ങനെ അന്തിയുറങ്ങി അന്നത്തെ രാത്രിയിൽ ലോകത്തോട് വിട പറഞ്ഞാൽ എന്തു പ്രതീക്ഷയാണ് നമുക്ക് ഈ നാളെയെക്കുറിച്ചുള്ളത്? അതേ അതിവിശാലമായ റബ്ബിന്റെ കോടതിയെക്കുറിച്ചുള്ളത്. ഇതേ എന്റെ കയ്യിൽ കിട്ടിയ ഗ്രന്ഥത്തിൽ എല്ലാം രേഖപ്പെടുത്തിയ രേഖ കിട്ടുമ്പോ മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സഹാ, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ, ചെറുതും വിട്ടിട്ടില്ല, വലുതും വിട്ടുപോയിട്ടില്ല. ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്ന് മനുഷ്യരെ ആശ്ചര്യഭരിതനായി നാളെ റബ്ബിന്റെ കോടതിയിൽ മനുഷ്യൻ പറഞ്ഞു പോകുന്ന ആ ലോകത്തെക്കുറിച്ച് ഞാനും നിങ്ങളും ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടെങ്കിൽ അതാണ് മരണത്തിനു വേണ്ടിയുള്ള ഒരുക്കമെന്ന് പറയുന്നത്. അതാ ഒരുക്കം വരുന്നത്. അതിന് മോളോട് നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. നിന്റെ മുഖമക്കനകൾ നിന്റെ മാർവിടങ്ങളിലേക്ക്, പ്ലസ് 1-ലെത്തിയ മോളെ, ഡിഗ്രിക്ക് പഠിക്കുന്ന മോളെ, അനുജത്തി, നീ മനസ്സിലാക്കുക, നിന്നെ വാപ്പ നിർബന്ധിക്കേണ്ട, നിന്നെ ഉമ്മ നിർബന്ധിക്കേണ്ട. അല്ല, നിന്റെ വീട്ടിൽ അത്തരൊന്നും കണിശത പാലിക്കാത്ത മാതാപിതാക്കളാണ്, അവരെ കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിന്റെ മുഖമക്കനകൾ നിന്റെ നെഞ്ചിലുള്ള കർട്ടനാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ് പറഞ്ഞത്.
എങ്ങനെ? നിന്റെ നെഞ്ചിനുള്ള കർട്ടനാണ്. ഒരു സ്ത്രീയുടെ സൗന്ദര്യമാണ് അവളുടെ നെഞ്ചിടം. അതുകൊണ്ട് നെഞ്ചിനുള്ള കർട്ടനാണ് നിന്റെ മുഖമക്കന എന്ന് ഖുർആൻ പറയുമ്പോ അതിങ്ങനെ ആർക്കോ വേണ്ടി ഇട്ടു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആ ഷാളൊന്നണിഞ്ഞ് അതിങ്ങനെ താഴെ വീഴുന്നു. ആരെങ്കിലും കാണുമ്പോ ജ്വല്ലറിക്ക് മുമ്പിൽ വെച്ച പ്രതിമകളെ പോലെ എടുത്തിടുന്നു, വീണ്ടും ചാടുന്നു, വീണ്ടും എടുത്തിടുന്നു. അല്ലേ? ഈ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് വരുന്നത്? ഹൃദയത്തിനുള്ളിലേക്ക് 8ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചിട്ടും 9ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ടും അല്ല അതിനപ്പുറമുള്ള ഇസ്ലാമിക് ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇല്ല വാരിയല്ലുകൾക്കുള്ളിൽ അള്ളാഹു അതിഗംഭീരമായ നിലക്ക് ഭദ്രമാക്കി വെച്ച ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ദീനിന്റെ ഇൽമിന്റെ കാര്യങ്ങൾ തുറന്നു കേൾക്കാൻ, അങ്ങോട്ട് ചെല്ലാൻ നിന്റെ ഹൃദയം തുറന്നിട്ടില്ല മകളെ, നിന്റെ ഹൃദയം തുറന്നിട്ടില്ല പെങ്ങളെ. അതുകൊണ്ടാ പ്രശ്നം. അതുകൊണ്ട് തുറക്കണം നിന്റെ ഹൃദയം. ആ ഹൃദയത്തിലേക്ക് റബ്ബിന്റെ ദീന് കയറണം. അപ്പൊ ഇങ്ങനെ ചിന്ത വരും, ഞാൻ ഈ പോക്ക് പോയി ഇന്ന് മരിച്ചാൽ എൻ്റെ കൂട്ടുകാരികൾ മരിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ കൂട്ടുകാരി മരിച്ചിട്ടുണ്ടല്ലോ. ഒരു പ്രവാസിയുടെ കഥ നിങ്ങൾ വായിച്ചില്ലേ? അയാൾ കുറേ വർഷം ഗൾഫിൽ നിന്നു, എന്നിട്ട് നല്ലൊരു വീട് കെട്ടി, അയാളുടെ സ്വപ്നമായിരുന്നു. ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ട് വളർന്നൊരു വീട്ടിൽ വളർന്നു വന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നാട്ടിലെല്ലാവർക്കും നല്ല നല്ല വീടുണ്ട്, അതുകൊണ്ട് എനിക്കും നല്ലൊരു വീട്, നല്ലൊരു മുറ്റം, നല്ലൊരു മതിൽ ഒക്കെ ആക്കി അയാൾ അധ്വാനിച്ച്, ഹലാലായി അധ്വാനിച്ചിട്ട് അയാൾ ഉണ്ടാക്കി. ഭാര്യയോട് പറഞ്ഞു, ഇനി എൻ്റെ സ്വപ്നം പൂർത്തിയായി, ഇനി ഞാൻ നാട്ടിലേക്ക് മടങ്ങുക. ഇനി നാട്ടിൽ ചെറിയ കച്ചവടമൊക്കെ നടത്തിയിട്ട് അവിടെ കൂടാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും പോർച്ചിലും നല്ല നല്ല കാറുണ്ട്, നല്ലൊരു കാറ് കൂടി, നമ്മുടെ ഒരു ഇടത്തരം ഒരു ഇന്നോവ കാറ് നമ്മുടെ പോർച്ചിൽ വാങ്ങണം, കുറച്ചുകൂടി നിൽക്കി നിങ്ങൾ എന്ന് പറഞ്ഞ് ആ കാറും അയാൾ വാങ്ങിക്കൊടുത്ത്, ഇനി കേൾക്കണേ ബാക്കി. അങ്ങനെ അദ്ദേഹം ഇനി നാട്ടിലേക്ക് മടങ്ങാം, മിച്ചമായ പണം കൊണ്ട് നാട്ടിൽ എന്തെങ്കിലും ഒന്ന് ഏർപ്പാട് ചെയ്യാമെന്ന് വിചാരിച്ച് അയാൾ നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിനിടയിൽ അയാൾ ഗൾഫ് വെച്ച് മരിക്കുകയാണ്. കേൾക്കണേ, അയാൾ വന്നിട്ട് വേണം വീടിന്റെ ഇവിടെ എന്താ പറയാ, ഞങ്ങളുടെ നാട്ടിൽ കുടിയിരിക്കൽ എന്ന് പറയും, വീട് കയറി താമസം എന്ന് പറയും, കുറ്റൂസ് എന്ന് പറയും, അല്ലെ? മനസ്സിലായില്ലേ? അതിനുവേണ്ടി അയാൾ വന്നിട്ട് വേണം ഇത് ചെയ്യാൻ. ഈ പുതിയ കാറ് പ്രിയപ്പെട്ടവരെ പോർച്ചിൽ നിന്നിറക്കി അയാൾ വന്നിട്ട് വേണം. ശരി, അങ്ങനെ നിൽക്കുന്ന സമയത്ത് മരിച്ചു. എന്നിട്ട് അയാളുടെ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. സന്നദ്ധ സംഘടനകളൊക്കെ ഇടപെട്ടുകൊണ്ട് അയാളുടെ മയ്യത്ത് നാട്ടിലേക്ക് അയക്കുക. പക്ഷെ ഭാര്യന്റെ കുടുംബത്തിന്, ഭാര്യയുടെ ആങ്ങളമാർക്ക് ഭാര്യക്കൊന്നും പൈസ കൊടുത്തു എന്നല്ലാതെ ദീനിന്റെ കാര്യം മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് പലരും പറഞ്ഞു, എയർപോർട്ടിലേക്ക് ഈ വണ്ടി എടുത്ത് പോവുക, ആംബുലൻസിന്റെ പിറകെ വരാൻ, അത് അശുഭ ലക്ഷണാണ്. ഈ വണ്ടി നമ്മൾ അല്ലാതെ ഓടിയിട്ടില്ല, മൂപ്പര് വന്നിട്ട് ഉപയോഗിക്കാന്ന് വിചാരിച്ചു വെച്ചതാണ്. അതുകൊണ്ട് മയ്യത്തിന്റെ കൂടെ പോരാന്നുള്ളത് നല്ലതല്ല. അതുകൊണ്ട് വണ്ടി എടുക്കണ്ട. വീടിന്റെ കുറ്റൂസം, കുടിയിരിക്കല്, വീട് കയറി താമസം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് മയ്യത്ത് അതിന്റെ ഉള്ളിലേക്ക് കയറ്റണ്ട, അപ്പുറത്ത് അരിജന്റെ പെരയിലും മതീന്ന്. അയാൾ അധ്വാനിച്ചത് മുഴുവനും ഈ വീട് സ്വപ്നം കണ്ടായിരുന്നു, അല്ലേ? ഈ വീട് സ്വപ്നം കണ്ടായിരുന്നു അയാൾ അധ്വാനിച്ചത്. എന്നാൽ ആ മനുഷ്യന്റെ മയ്യത്ത് പോലും ആ വീട്ടിലൊന്ന് വെക്കാൻ ഭാര്യ കുടുംബമോ അയാളുടെ ബാക്കിയുള്ള ആളുകൾക്കും മനസ്സ് വന്നില്ല. ഒന്ന് അയാൾ ആഗ്രഹിച്ചുണ്ടാക്കിയ വീട്ടിൽ അയാൾക്ക് അതെല്ലാ പടിയും കഴിഞ്ഞൊന്ന് കയറാൻ പറ്റിയിട്ടില്ല. നമ്മുടെ മയ്യത്തൊന്ന് ആ വീട്ടിന്റെ ഉള്ളിലേക്ക്, അയാളുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റിയാൽ അതൊരു മോശം, ഒരു അശുഭ ലക്ഷണാണ്. അത് കാരണം കുടിയിരിക്കൽ, വീട് കയറി താമസം കഴിയാത്ത വീട്ടിൽ ഫസ്റ്റ് തന്നെ മയ്യത്ത് കയറ്റുക, അത് വേണ്ട. പിന്നെ ആർക്കു വേണ്ടി അധ്വാനിച്ചു എന്നതിന്റെ ഉത്തരം കണ്ടെത്താനാണ് ഞാൻ ഈ പറയുന്നത്. ആർക്കു വേണ്ടി അധ്വാനിച്ചു എന്ന് അതിൽ കയറ്റുന്നതുകൊണ്ട് പ്രത്യേക ലാഭോ പ്രത്യേകമായ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അധ്വാനിക്കുന്നത്? ഈ ദുനിയാവിലെ കുറെ രസിക്കണം, രമിക്കണം, ആസ്വദിക്കണം എന്നതാണോ ഞാനും നിങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത്? അല്ലാഹു പറയുന്ന ഒരു വാചകമുണ്ട്, മൻ കാന യുരീദുൽ ഹയാത്ത ദുനിയ, ആരെങ്കിലും ഈ ദുനിയാവ് ഐഹികമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, വസീനതഹാ, ഈ ദുനിയാവിന്റെ അലങ്കാരവും ആഡംബരവുമാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലാഹു പറയാ നുവഫീ ഇലൈഹിം അഅമാലുഹും, അള്ളാഹു പറയാൻ നാം അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കും. എന്ത്? അവരുടെ പ്രവർത്തനങ്ങൾ. നുവഫി നാം പൂർത്തീകരിച്ചു കൊടുക്കും. ഇലൈഹിം അവരിലേക്ക്, അഅമാലഹും അവരുടെ പ്രവർത്തനങ്ങൾ നാം അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കും. പോരാ, വഹും ഫീഹാ ലാ യുബ്ഖസൂൻ, ഒരു കുറവും അവർക്ക് ദുനിയാവിൽ വരുത്തുകയില്ല.
അല്ലേ പറയണത് നിങ്ങൾക്ക് ഒരു കുറവും ദുനിയാവിൽ തോന്നൂല. ദുനിയാവാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വീടാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത്? മനോഹരമായ മുറ്റമാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത്? ഈ ഇന്റർലോക്ക് കട്ട മാറ്റി വേറെ ഇടണമെന്നതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ദീനില്ലേ നിങ്ങൾക്ക്? കണിശമായ നിസ്കാരമില്ലേ നിങ്ങൾക്ക്? മഗ്രിബ് കഴിഞ്ഞ് സൂറത്തുൽ ബഖറയിൽ നിന്ന് ചില ആയത്തുകൾ നിങ്ങളുടെ വീട്ടിൽ പാരായണം ചെയ്യുന്നില്ലേ? ഖുർആൻ ഓതുന്ന പതിവ് നിങ്ങളുടെ വീട്ടിലില്ലേ? പിശാചിന് ഇടം നൽകുന്ന വീടാണോ നിങ്ങളുടെ വീട്? ആണോ? മരണത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്ത വീടാണോ? സുബഹിക്ക് കുറുക്കം വലിച്ചുറങ്ങുന്ന ഭർത്താവും മക്കളുമാണോ വീട്ടിലുള്ളത്? ആ രാത്രി വൈകിയോളം ഒരുപാട് ചാനലും ടിവിയും കണ്ട് അങ്ങനെ ഉറങ്ങിപ്പോയി സുബഹിയും നിസ്കാരവും ഇല്ലാത്ത വീടാണോ നിങ്ങളുടെ വീട്? എങ്കിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പറയാ, നിങ്ങൾ ദുനിയാവാണോ ആഗ്രഹിക്കുന്നത്? അവർക്ക് നാം പൂർത്തീകരിച്ചു കൊടുക്കും. ഖുർആനാ പറയണത്, അല്ല പൂർത്തീകരിച്ചു കൊടുക്കും. ഇത് വേണോ നമുക്ക്? ഇതിനു വേണ്ടിയുള്ള ഒരുക്കമാണോ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങൾ നടത്തുന്നത്? ആണോ? ഈ ഒരു അർത്ഥത്തിലാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ല പറയാ, സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയ. സുയ്യിന എന്നാണ് പ്രയോഗിച്ചത്. അലങ്കൃതമായി തോന്നും അവർക്ക് ആക്കിക്കൊടുക്കും. ആർക്ക്? സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക്. സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയ. ദുനിയാവ് അവർക്ക് ഒരു അലങ്കൃതമായി അള്ളാഹു തോന്നിപ്പിക്കും. അങ്ങനെയാണ്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ? ഈ വിശ്വാസികളെ അള്ളാഹു തആല നന്നായി പരീക്ഷിക്കും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ കേട്ടോ. അള്ളാഹ്ക്ക് കൂടുതൽ ഇഷ്ടം വന്നാൽ കൂടുതൽ പരീക്ഷിക്കും. മയസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന ബിനഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖ അല്ലാഹ തആല വമാ അലൈഹി ഖതിഅ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. എന്താ അതിന്റെ അർത്ഥം? ഒരു വിശ്വാസിയായ ആണിനെ, വിശ്വാസിനിയായ പെണ്ണിനെ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെ? മക്കളെ തൊട്ട്, സമ്പത്തിനെ തൊട്ട്, ശരീരത്തെ തൊട്ട്. അള്ളാഹുവിനെ കുറ്റവിമുക്തനായി കണ്ടുമുട്ടുന്നത് വരെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പരീക്ഷിക്കുമെന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നല്ല സമ്പത്ത് ചില ആളുകൾക്ക് കൊടുക്കും, അതൊക്കെ മറക്കും, കഷ്ടപ്പെട്ടത് മറക്കും. ഉപജീവന മാർഗത്തിന് പോലും വകുപ്പില്ലാതെ, ഒരു കഞ്ഞിക്ക് വകയില്ലാതെ കഷ്ടപ്പെട്ട കാലം മറക്കും. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് ഇങ്ങനെ ഉപജീവനം വിശാലമാക്കി കൊടുക്കും. ചില ആളുകൾക്ക് അത് കുടിസമാക്കി കൊടുക്കും. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതാ. അല്ലാഹു യബ്സുത്തു റിസ്ക ലിമൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ റിസ്ക് അല്ലാഹു വിശാലമാക്കി കൊടുക്കും. വയഖ്ദിർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിങ്ങനെ പിടിച്ചു ചുരുക്കും. അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് യബ്സുത്തു, അല്ലാഹു ഇങ്ങനെ വിശാലമാക്കി കൊടുക്കും. അതാരാണ്? ആർക്ക് കൊടുക്കണം? അതൊക്കെ അല്ലേണ്. രണ്ടാളും രണ്ട് ഹോട്ടൽ തുടങ്ങി, ഒരേപോലെ ഒരേ അങ്ങാടിയിൽ. ഒരു ഹോട്ടലിൽ ചിലപ്പോൾ ആരും കയറുന്നില്ല, അത് അള്ളാന്റെ പരീക്ഷനാണ്. ഒരേ അർത്ഥത്തിലുള്ള ബിസിനസ് തുടങ്ങി, ഒരാൾ ചിലപ്പോൾ പൊട്ടി തകർന്നു പോകും, ഒരാൾ ഭയങ്കര ക്ലിക്കാവും. അള്ളാഹുവിന്റെ പരീക്ഷനാണ്. ആഗ്രഹിച്ച് 10ഉം 15ഉം കൊല്ലം കാത്തിരുന്നിട്ട് ഒരു കുഞ്ഞിനെ തന്നു. ആ കുഞ്ഞ് 3 വയസ്സിൽ വെള്ളത്തിൽ വീണ് മരിക്കേട് ഉണ്ടായിട്ടില്ലേ? എല്ലാവരും കുളിച്ചു കയറി. 13കാരൻ നമ്മുടെ ഒരു പ്രവർത്തകന്റെ മോനായിരുന്നു. കുളിച്ചെല്ലാവരും കയറി. മോൻ പറഞ്ഞു, എല്ലാവരും തലവരെ തോർത്തുമുണ്ടെടുത്ത് തുടച്ച് വൃത്തിയാക്കി. അവൻ പറഞ്ഞു, ഞാൻ ഒന്നും കൂടി ചാടട്ടെ എന്ന്. ഒന്നും കൂടി. എല്ലാവരും പറഞ്ഞു, സമയമില്ല, പോവാനായി, നമ്മളൊക്കെ ഡ്രസ്സ് മാറ്റിയില്ലേ. ഞാൻ ഒരു പ്രാവശ്യം കൂടി. ആ ചാട്ടം പിന്നെ അവൻ വെള്ളത്തിൽ നിന്ന് പൊന്തിയില്ല. കണ്ടോ? പരീക്ഷണങ്ങൾ, കടുത്ത പരീക്ഷണങ്ങൾ കയറി വരേണ്. ഒരു മുഅ്മിനിനെ അല്ലാഹു പരീക്ഷിക്കും, ഒരു മുഅ്മിനത്തായ പെണ്ണിനെ അല്ലാഹു പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ അള്ളാഹു വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മരണത്തിൽ നിന്ന് നമുക്ക് ഒളിച്ചു കിടക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? മരണത്തിൽ നിന്ന് നമുക്ക് മാറി ഒളിഞ്ഞ് അല്ലെങ്കിൽ ദൂരെ പോയി രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ആയത്ത് നമുക്കറിയാം. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون الى عالم الغيب والشهاده. ദൃശ്യവും അദൃശ്യവും അറിയുന്ന റബ്ബിന്റെ അടുക്കലേക്കാണ് നിങ്ങളെ മടക്കി കൊണ്ടുപോകുന്നത്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. നിങ്ങൾ മരണത്തിൽ നിന്ന് ഓടി ഒളിച്ചാലും എന്താ സംഭവിക്കുക? ഫഇന്നഹു മുലാഖീകും. നിങ്ങളെ ആ മരണം കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അപ്പോ ഗൾഫിക്ക് യാത്രയായി 3 കൊല്ലം 4 കൊല്ലമായിട്ട് അയാൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ചില പേപ്പർ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഭാര്യയോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി.
വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വായിച്ച വാർത്തയാണ്. എയർപോർട്ടിൽ ഇറങ്ങി കൂട്ടുകാരന്റെ കാറുമായി ഈ പെണ്ണിന്റെ ഭർത്താവ് വന്നു. എന്നിട്ട് കൂട്ടിക്കൊണ്ടു പോവാണ് റൂമിലേക്ക്. വഴിക്ക് വെച്ച് അപകടം. സഹോദരി ഒരു വാഹനവുമായി ഇടിച്ച് ആ അപകടത്തിൽ ആ സഹോദരി മരിക്കുകയാണ്. അള്ളാന്റെ തീരുമാനം നിങ്ങൾ ഈ ഭൂമിയിൽ ഒരുമിച്ച് പോവണ്ടെന്നാണ്. അള്ളാഹുവിനറിയാം അതിന്റെ ഖൈറ്, നമുക്കറിയില്ല അല്ലേ? എവിടെയാണ് നമ്മുടെ മരണം? മരിക്കാനായി ചിലപ്പോൾ നാട്ടിലേക്കെത്തും. മംഗലാപുരത്തെ വിമാനം കത്തി അപകടം സംഭവിച്ചപ്പോൾ ബെഡ്റൂം ഒരുക്കി, നല്ല കട്ടിൽ, അതുപോലെ തന്നെ നല്ല ബെഡും വിരിപ്പും ഒക്കെ റെഡിയാക്കി അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ച് എയർപോർട്ടിലേക്ക് പോയ എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിലെ സഹോദരിയുടെ രംഗമാണ് ഞാൻ പറയുന്നത്. കത്തിക്കരിഞ്ഞ മയ്യത്ത് കാണിച്ചിട്ട് ഭർത്താവിനെ തിരിച്ചറിയുമോ? നിങ്ങളുടെ മോനെ തിരിച്ചറിയാൻ പറ്റുമോ? കയ്യിലിട്ട ഒരു മോതിരം കത്തിപ്പോവാതിരുന്ന് ബാക്കിയായ മോതിരം കണ്ട് ഇതായിരിക്കും എൻ്റെ ഭർത്താവ് എന്ന് തിരിച്ചറിയുന്ന, ഇതാണ് എൻ്റെ മോനി എന്ന് തിരിച്ചറിയുന്ന എല്ലാ ഒരുക്കങ്ങളും ബെഡ്റൂമിൽ ചെയ്തു വെച്ച് ആ കടന്നു വരുന്ന സഹോദരന് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഒരുക്കി വെച്ച് ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചവർ. എന്താ ഉണ്ടായത്? സുഹൃത്തുക്കളെ, നമുക്കറിയില്ല. നമ്മൾ എവിടെയാണെങ്കിലും ഡേറ്റായോ സമയമായോ വരും. ഫിർഔൻ വരെ അഹങ്കാരിയുടെ അഹങ്കാരത്തിന്റെ ഏറ്റവും എന്താ പറയാ ഉച്ചിയിൽ കയറി നിന്ന ഫിർഔൻ, അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞവൻ, അവസാനം ചരിത്രത്തിലേക്ക് പോകാൻ സമയമില്ല. ആ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താകുമ്പോ പറഞ്ഞു, പടച്ചോനെ ഞാൻ മൂസയുടെ റബ്ബിൽ വിശ്വസിക്കാന്ന്. ഇല്ല, സമയം കഴിഞ്ഞു. എന്നെ കേട്ടവരെ കുറച്ച് കഴിഞ്ഞിട്ട് നന്നാവാം. ഒരു ബൈക്ക് യാത്രയിൽ ഒന്ന് എഡ്ജിറങ്ങി സൈഡിൽ, സ്പീഡൊന്നും വേണ്ട, സൈഡിൽ കിടക്കുന്ന ഒരു കരിങ്കല്ലിൽ കഷ്ണത്തിലേക്ക്, വേണ്ട ഒരു വെട്ടുകല്ലിലേക്ക്, ഒരു ഇഷ്ടിക കല്ലിലേക്ക് തല ആ സൈഡിലേക്ക് ഒന്ന് അടിച്ചാൽ മതിയാകും ചിലപ്പോൾ നമ്മുടെ ജീവിതം അവസാനിക്കാൻ. നമ്മൾ വിചാരിക്കും വലിയൊരു വീഴ്ചയല്ലല്ലോ, വലിയൊരു അപകടമൊന്നും കണ്ടിട്ട് വണ്ടിക്കൊന്നും ഒരു കുഴപ്പമില്ല എന്നാ പറയുക ആളുകൾ. വണ്ടി കണ്ടാൽ ഒരു കുഴപ്പമില്ല. ചിലത് പറയും വണ്ടിയൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും ഒരു മനുഷ്യനും ബാക്കിയാവില്ല, ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. ഈ വണ്ടി കണ്ടാൽ നമ്മൾ പറയുക ഒരാളും ബാക്കിയാവില്ല എന്നാണ്. പക്ഷേ അതുകൊണ്ട് സുഹൃത്തെ, അഹങ്കാരം വേണ്ടട്ടോ, ഹുങ്കു വേണ്ട, ധിക്കാരം വേണ്ട, പൊങ്ങച്ചം വേണ്ട. ഉമ്മ വിളിക്കുമ്പോ ഈ വിളിക്കുത്തരം നൽകാതെ അങ്ങോട്ട് പോവണ്ട. വാപ്പ വിളിക്കുമ്പോ വാപ്പ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവണ്ട. ചില ആളുകൾ വാപ്പാനെ, ഞാൻ ഇന്നലെ മീൻ മാർക്കറ്റിൽ പോയപ്പോ ആ മത്സ്യം ഇങ്ങനെ വാങ്ങുന്ന ഇടയിൽ ഒരാൾ സംസാരിക്കണ്ട മത്സ്യ കച്ചവടക്കാരനോട്, എവിടെ ഇരുന്ന് എന്നെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. അപ്പൊ അയാൾ പറയാ എൻ്റെ തന്തപ്പൊടിക്ക് സുഖമില്ലായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ ചോദിച്ചു അയാളോട്, കുറച്ച് സൈഡിൽ കൊണ്ടുപോയിട്ട് എന്താണ് ആ പൊടി എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മനസ്സിലായില്ലേ? സ്വന്തം വാപ്പാനെ വാപ്പ എന്ന് പറയാൻ പോലും, സ്വന്തം ഉപ്പാനെ ഉപ്പ എന്ന് പറയാൻ പോലും, മനസ്സിലായില്ലേ? 12 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് ചില അസുഖങ്ങൾ കാരണം, വലിയ അസുഖമൊന്നുമല്ല, എന്നാലും ഈ നാട്ടിൽ നിൽക്കലാണ് നല്ലതെന്ന് തോന്നി തിരിച്ചു വന്ന് ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ മൂത്തമോൻ അങ്ങാടിയിലിരുന്ന് പറഞ്ഞത് ബാപ്പാന്റെ കൂട്ടുകാരൻ കേട്ടിട്ട് ബാപ്പാനോട് പറഞ്ഞു. പറഞ്ഞെന്താ അറിയോ? ഇനിയൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ നാട്ടിൽ, എൻ്റെ തന്തപ്പൊടി ഇനി പോണില്ല. മനസ്സിലായില്ലേ? ബാപ്പ പോവലാണ് ഓൻ്റെ ഇഷ്ടം. 12 കൊല്ലത്തിൽ 12 മാസമാണ് അയാൾക്ക് കുടുംബജീവിതം കിട്ടിയത്. 12 കൊല്ലത്തിൽ 12 മാസം, വർഷത്തിൽ 1 മാസം അയാൾക്ക് ലീവ്. കഷ്ടപ്പെട്ട ജോലിയാ. അത് വേണ്ടാന്ന് വെച്ച് നാട്ടിൽ നിൽക്കുമ്പോൾ മോൻ പറയാണ് ഓന് സുഖാണ്, വാപ്പ അയച്ചു കൊടുക്കുന്ന പൈസ കൺട്രോൾ ചെയ്യൽ ഓനാ എന്ത് വേണം വേണ്ടെന്ന് തീരുമാനിക്കല്. അതുകൊണ്ട് ഓൻ്റെ കൺട്രോൾ പോയി, ഓൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകും. ഇനി സുഖം ഉണ്ടാവില്ല. വാപ്പ പോണില്ല എന്നതിന് പകരം വാപ്പ എന്ന വാക്കുപോലും പ്രയോഗിക്കാൻ മനസ്സില്ലാത്ത പുതിയ തലമുറ. ചിന്തിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഉണ്ടോ? എന്നെ കേട്ടവരെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. കാരണം ഞാനും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് നല്ലൊരു മുസ്ലിമായി മരിക്കാനാണ്. എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഖുതുബകളിലും എല്ലാ പ്രസംഗത്തിൻ്റെയും മുന്നിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ആയത്തില്ലേ പ്രിയപ്പെട്ടവരെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് കേട്ടോ. അള്ളാഹിനെ സൂക്ഷിക്കണേ വിശ്വാസികളെ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണേ. ഒരു
മുസ്ലിമായി കൊണ്ടല്ലാതെ മുഅ്മിനായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. പക്ഷെ നമ്മുടെ മനസ്സ് സമ്മതിക്കൂല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ ദുനിയാവിലെ ഈ പളപളപ്പാണ്. നമ്മളെ കുട്ടികൾക്കൊക്കെ അതാണ് ഇഷ്ടം. ഖുർആനൊന്നും വായിക്കാൻ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവില്ല. മൊബൈൽ എടുത്ത് നോക്ക്. 3 വയസ്സുള്ള കുട്ടിക്ക് വരെ 2 വയസ്സുള്ള മോക്കും മോളും വരെ എന്താ വേണ്ടത്? ചോറ് കഴിക്കണമെങ്കിൽ കാർട്ടൂൺ കാണണം. വേണ്ടേ? ഉമ്മാക്ക് എളുപ്പമാണ്. നല്ല ചൊല്ല് പറഞ്ഞു കൊടുത്ത് നല്ല വാക്ക് പറഞ്ഞു കൊടുത്ത് ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കുമോ? ഇല്ല. ഒരു മൊബൈൽ കൈ കൊടുത്താൽ പിന്നെ യന്ത്രം പോലെ കുട്ടി അറിയില്ല, അങ്ങനെ വിഴുങ്ങാണ്. കുട്ടിക്കറിയില്ല ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെയാണ് സിസ്റ്റം മാറിയിട്ടില്ലേ? പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് ധാർമ്മികത കിട്ടുക? എങ്ങനെ നമ്മുടെ മക്കൾക്ക് ധാർമ്മികത കിട്ടുക? കിട്ടൂല. മനുഷ്യന്റെ ആഗ്രഹം പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവാണ്. ഖുർആനിലെ ചെറിയ സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു തആല പറഞ്ഞൊരു വാചകമില്ലേ? കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ക്ഷണികമായതിനെയാണ്, നൈമിഷികമായതിനെയാണ്. വതദറൂനൽ ആഖിറ, നിങ്ങൾ മാറ്റി നിർത്തുന്നത് എന്നും ബാക്കിയാകുന്ന പരലോകത്തെയാണ്. താഴോട്ട് ഇങ്ങനെ വരുമ്പോ അല്ലാഹ് പറയാ കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ്. സുബ്ഹാനല്ലാഹ്. ആരുണ്ട് മന്ത്രിക്കാൻ? എന്നെ കേൾക്കുന്ന മുഹമ്മദേ, എന്നെ കേൾക്കുന്ന അഹ്മദേ, ഇബ്രാഹിമേ, സുബൈറെ, ഷിഹാബേ, അബൂബക്കറെ, ഫാത്തിമ, ആയിഷ, ഓരോരുത്തരും ചിന്തിച്ചോളൂ കേട്ടോ. നമ്മളെ ആ ശ്വാസം ഇങ്ങനെ ചക്രശ്വാസം വലിക്കറിയില്ലേ? ആ സമയത്ത് ഇങ്ങനെ കട്ടിലിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ മുറുക്കി പിടിക്കും. ആർക്കും ആഗ്രഹമല്ല ദുനിയ വിട്ടു പോകാൻ. ജനലിന്റെ ചെറിയ കമ്പിയിലൊക്കെ പിടുത്തം കിട്ടിയാല് ആ കമ്പി ഇങ്ങനെ വളഞ്ഞു പോകുന്നത് പോലെ പിടിക്കും. മരിക്കുകയാണ്, ലോകത്തുനിന്ന് വിട പറയുക. അപ്പോ ചോദിക്കുകയാണ് അല്ലേ, എന്താ ചോദിച്ചത്? ആരുണ്ടടോ നിനക്ക് വേണ്ടി മന്ത്രിക്കാൻ? ഒരാൾ ഡോക്ടറാണ്, ഒരാൾ എഞ്ചിനീയറാണ്, ഒരാൾ ഗൾഫിൽ വലിയ വ്യവസായിയാണ്, ലക്ഷങ്ങൾ വരുമാനമുള്ള ആളാ. ഓന്റെ കോടികൾ കൊടുക്കാമെന്ന് ഓൻ വെച്ചാൽ തന്നെ, വെക്കലൊക്കെ അപൂർവമാണ് ഇപ്പോ, കോടികൾ വെക്കാം, ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന് വെച്ചാൽ തന്നെ ഒരു സെക്കൻഡ് നീട്ടാൻ ബിഷോപ്പ്ഗറിന് കഴിയോ? ഡോക്ടർക്ക് കഴിയോ? ഇവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെച്ചാലും കഴിയുമോ? അല്ല ചോദിക്കുകയാണ്, ആരുണ്ടടോ നിനക്ക് മന്ത്രിക്കാൻ? ആരുണ്ട് നിനക്ക് വേണ്ടി ഒരു അക്ഷരം ഉരിയാടാൻ? പോവുകയാണ് എന്നുറപ്പാകുന്ന ആ സമയമുണ്ടല്ലോ, കാലും കാലും തമ്മിൽ ഇങ്ങനെ കൂട്ടിപ്പിണയ പാമ്പുകൾ ഇങ്ങനെ പിടയുന്നത് പോലെ, കൂട്ടിപ്പിണയുന്നത് പോലെ 2 കാലുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിപ്പിണയുകയാണ്. പോവുകയാണ് റബ്ബിന്റെ മുന്നിലേക്ക്, മടങ്ങുകയാണ്. അവിടെ വന്നിരിക്കുന്ന മലായിക്കത്തുകൾ, മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്തിന്റെ സഹായികളായ ബാക്കി മലക്കുകളും വന്നിരിക്കുന്നു. വന്നിട്ട് മലക്കുകൾ പറയുന്ന വാക്കെന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? മലക്കുകൾ പറയുന്ന വാക്കെന്താണെന്നറിയോ? റൂഹ് ഇങ്ങനെ ഉള്ളിലേക്ക് വലിയാണ്. ചീത്ത മനുഷ്യനെയാണ് മരിപ്പിക്കുന്നത് എങ്കിൽ അടി കിട്ടുകയാണ്. ഖുർആൻ പറയുന്നു, മുഖത്തും മുതുകിലും ഇങ്ങനെ അടിക്കുകയാണ് മലക്കുകൾ. മുഖത്തും മുതുകിലും അടിക്കുകയാണ്. എന്നിട്ട് മലക്കുകൾ പറയും, വദൂഖു അദാബൽ ഹരീഖ്, വേദനാജനകമായ ശിക്ഷ ആസ്വദിക്കടോ, ആസ്വദിക്ക. നമ്മളെ മുഖത്ത് ഇങ്ങനെ അടിച്ചിട്ട്, അതാ പറഞ്ഞ കട്ടിൽ കിടക്കണ വാപ്പാക്കറിയില്ല ഉമ്മാക്കടി കിട്ടണത്, ഉമ്മാക്കറിയില്ല വാപ്പാക്കടി കിട്ടുന്നത്. എന്നാൽ കടുത്ത വേദന കൊണ്ട് പുളയുന്നു. ഒരുപക്ഷെ പുളയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന രോഗിയായിരിക്കാം. അല്ലാഹു ഏറ്റവും നല്ല മരണം നമുക്ക് നൽകുമാറാകട്ടെ. മുഖത്തടിക്കുന്നു, മുതുകിലടിക്കുന്നു. എന്നിട്ട് പറയുന്ന വാക്കോ വദൂഖു അദാബൽ ഹരീഖ്, വേദനാജനകമായ ശിക്ഷ ആസ്വദിക്ക്. നമ്മളിങ്ങനെ പറ്റ വയ്യാതെ കിടക്കുമ്പോൾ ഒരു ചവിട്ടിയിട്ട് ആസ്വദിക്കടോ എന്ന് പറയുമ്പോൾ എത്ര എണീക്കാൻ പറ്റില്ലെങ്കിലും, അല്ലേ, എത്ര എണീക്കാൻ കഴിയില്ലെങ്കിലും തിരിച്ചൊന്ന് പ്രതിരോധിക്കാൻ ശ്രമിക്കൂലേ സുഹൃത്തുക്കളെ? ആ മലക്കുൽ മൗത്ത് വന്നിട്ട്, കൂട്ടാളികൾ വന്നിട്ട് മുഖത്തിങ്ങനെ അടിക്കുക. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് നല്ല മരണം നൽകിയിട്ടുണ്ടാകുമെന്ന് നാം വിചാരിക്കുന്നു. റബ്ബ് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഉപ്പയും 2002 വിട പറഞ്ഞു. ഖുറാഫാത്തിലും അന്ധവിശ്വാസത്തിലും ഒക്കെ മുമ്പ് ജീവിച്ച് പിന്നീട് സത്യം മനസ്സിലാക്കി കുറെ കാലം തൗഹീദിൽ ജീവിച്ച എൻ്റെ പ്രിയങ്കരനായ ഉപ്പ കോളേജിലേക്ക് പോകുമ്പോൾ കൈപിടിച്ച് പൊയ്ക്കോ,
സത്യം പറയണേ, ദഅവത്ത് നടത്തണേ എന്ന് MA ഫാറൂഖ് കോളേജിലേക്ക് പോകുമ്പോൾ എൻ്റെ പ്രിയങ്കരനായ ഉപ്പ എന്നോട് പറഞ്ഞത്, രാവിലെ 8 മണിക്ക് എന്നെ യാത്രയാക്കി 8:30 അതേ കസേരയിലിരുന്ന് ഉമ്മയുടെ മടിയിലേക്ക് തലവെച്ച് എൻ്റെ അനുജത്തി ചൊല്ലിക്കൊടുത്ത അലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന് ചുണ്ടുകൾ അനക്കി ചൊല്ലി വിട പറഞ്ഞു പോയ എൻ്റെ പ്രിയങ്കരനായ ഉപ്പ. ഈ കൂട്ടത്തിലെ ഒരുപാട് ആളുകളുടെ ഉമ്മമാർ മരിച്ചിട്ടുണ്ട്. സഹോദര സഹോദരിമാർ വിട പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, അള്ളാഹു അവർക്ക് മർഹമത്ത് കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയങ്കരനായ ഉപ്പ, ഞാൻ ആ ഉപ്പാനെ ഓർക്കാത്ത ദിവസമില്ല. കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയ പാവപ്പെട്ട മനുഷ്യൻ. അള്ളാഹുവേ, നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ സഹോദര സഹോദരിമാരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, മക്കൾ, ജ്യേഷ്ഠാനിയന്മാർ, മാതാപിതാക്കൾ, വല്ലിപ്പ വല്ലിമ്മമാർ, ബന്ധുമിത്രാദികൾ പലരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, നീ പുറത്തു കൊടുക്കണേ അല്ലാ. അള്ളാഹുവിടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ വാപ്പയൊക്കെ ഞങ്ങളൊക്കെ ഒന്ന് വലുതായി അവർക്ക് വേണ്ടി വല്ലതും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ, പരലോകത്ത് ഞങ്ങളെ ഒന്നിപ്പിക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളെ പരലോകത്ത് നീ ഒന്നിപ്പിക്കണേ അല്ലാ. അവർ റബ്ബിനോട് പറയുക, അത് നമ്മളെ വാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ സേവനം അതാണ് പ്രിയപ്പെട്ടവരെ. വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. ആ വാപ്പാക്ക് വേണ്ടി, ആ ഉമ്മാക്ക് വേണ്ടി, ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മോൻ, ഒരു മോള്. നിങ്ങൾ ചിന്തിക്ക്, എൻ്റെ ഉപ്പാക്ക് 6 മക്കളാണ്, ഞാൻ 3ാമത്തവനാണ്. നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾക്ക് 4 മക്കളുണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്. ഒരു മോനെ ദീനീ രംഗത്ത് പ്രവർത്തിക്കാൻ കിട്ടിയോ? നിങ്ങളൊക്കെ നാട്ടിൽ നല്ല ഖതീബ് വേണം നിങ്ങൾ ആഗ്രഹിക്കണില്ലേ? ഉണ്ട്. നിങ്ങൾ കമ്മിറ്റി കൂടുമ്പോൾ പറയില്ലേ, തറാവിക്ക് നല്ലൊരു ഇമാമിനെ വേണം, പള്ളിയിൽ നല്ലൊരു ഖുതുബൊക്കെ ഒരാളെ വേണം, ചർച്ച ചെയ്യലില്ലേ? ഉണ്ട്. കമ്മിറ്റിയിൽ എത്ര ആളുണ്ട്? സെക്രട്ടറി, പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റ്, ഒക്കെ കൂട്ടിയാൽ തന്നെ മിനിമം 7 പേരായി. 7 പേർക്ക് 3 കുട്ടികളെ കൂട്ടി 21 ആളായി. എന്നിട്ട് ഒരാളെ കിട്ടിയോ നമുക്ക്? ഇല്ലല്ലേ. നമ്മളിപ്പോഴും ചർച്ച ചെയ്യണ്ട് പുറത്തത്തെ ആളെ കുറിച്ച്. നമ്മളിപ്പോഴും ചർച്ചയല്ലേ പുറത്തത്തെ ആളെ കുറിച്ച്? നിങ്ങളെ നാട്ടിൽ, നിങ്ങളെ പള്ളിയിൽ ഏറ്റവും നല്ല ഖതീബ് വേണമെന്ന് ചർച്ച ചെയ്യുമ്പോൾ ജനറൽ ബോഡി വിളിച്ചിട്ട് ചർച്ച ചെയ്യുക, എത്ര പൈസ കൊടുക്കുക, ആരെ കൊണ്ടുവരണമെന്നൊക്കെ. എത്ര ആളുണ്ട് ജനറൽ ബോഡിയിൽ? മിനിമം 50 ആൾ, 100 ആൾ. ഈ 100 ആൾക്ക് 2 കുട്ടികളെ കൂട്ടിയ 200 ആളായി. എന്നിട്ട് 200 മക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ നമ്മളെ പള്ളിയിൽ ഇമാം നിർത്താൻ പറ്റിയ ആളുണ്ടോ? ഇല്ലല്ലേ. ഈ 200 ആളെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ നമ്മളെ നാട്ടിൽ നിന്ന് മിമ്പർമ കയറ്റാൻ പറ്റിയ ആളുണ്ടോ? ഇല്ലല്ലേ. അതാ പറഞ്ഞത്, നമുക്ക് നേരം വെളുത്തിട്ടില്ലാറിന്. ഉള്ള എത്രയോ മഹലുണ്ടാവും, ഞാൻ കുറ്റപ്പെടുത്തിയല്ല. നമ്മുടെ ഉമ്മാക്ക്, ചിലർ പറയും ഉമ്മാക്ക് 21 പേരമക്കളായി. പേരമക്കൾ അറിയില്ല ഇവിടെ അല്ലേ? പേരക്കുട്ടികൾ. കാസർഗോഡ് ഭാഗത്ത് പുള്ളികൾ എന്നറിയും, പേരക്കുട്ടികൾ. അങ്ങനെ ഓരോ നാട്ടിൽ ഓരോ ഭാഷയാണ്. ആ പേരക്കുട്ടികൾ, എൻ്റെ ഉമ്മാക്ക് 21 പേരക്കുട്ടികളായി. എന്നിട്ട് ഒരു കുട്ടി ഹാഫിളായോ? ഇല്ലല്ലേ. കിരീടം നാളെ റബ്ബ് പരലോകത്ത് ആ കുട്ടിയുടെ വാപ്പാക്കും ഉമ്മാക്കും തലയിൽ ഇങ്ങനെ കിരീടം അണിയിപ്പിക്കും. അവർ ചോദിക്കും, എന്തിനാണ് ഞങ്ങളെ ഈ ജനകോടികളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെ മാത്രം കിരീടം അണിയിപ്പിക്കുന്നത്? മോനെ ഖുർആൻ പഠിക്കാൻ വിട്ടതിനാ. എന്നിട്ട് 21 പേരക്കുട്ടികൾ, 15 പേരക്കുട്ടികൾ, 12 പേരക്കുട്ടികൾ എന്ന് പറഞ്ഞ് ഗർവ് പറയുമ്പോൾ ഒരു കുട്ടി പടച്ചോന്റെ മാർഗത്തിൽ പഠിക്കുന്നവനായിട്ടുണ്ടോ എന്ന് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ സുഹൃത്തുക്കളെ? ചിന്തിക്കണം, ആലോചിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇനി കാത്തിരിക്കാൻ സമയമല്ല. എല്ലാ മനുഷ്യരും മരണം മുന്നിലെത്തുമ്പോൾ പറഞ്ഞു പോകുന്ന വാക്കുണ്ട്, പടച്ചവനെ വയഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. പടച്ചവനെ കുറച്ച് സമയം തരുമോ റബ്ബേ, കുറച്ച് സമയം നീട്ടിത്തരുമോ റബ്ബേ, എന്നാലോ ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ നിന്റെ മാർഗത്തിൽ കൊടുത്തോളാ, നല്ല ഒരു മനുഷ്യനായി ജീവിച്ചോളാ, ഒരു സ്വാലിഹായി ജീവിച്ചോളാ എന്നൊക്കെ പറയുന്ന എല്ലാ മനുഷ്യരും അങ്ങനെ ആഗ്രഹിക്കും. പക്ഷെ സമയം നമുക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഷിഹാബ് എപ്പം മരിക്കും അല്ലേ, എപ്പം മരിക്കും, ഇതൊക്കെ റെക്കോർഡാണ്. അള്ളാൻ്റെ മുമ്പിൽ മലക്കുൽ മൗത്തിന് കൊടുത്തിട്ടുണ്ടാവും ഡേറ്റ്. സമയമാകുമ്പോൾ പിടിക്കും സുഹൃത്തുക്കളെ. അങ്ങനെ ഒരു നല്ല മനുഷ്യന്റെ ആത്മാവിനോട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതം മർദിയ, തൃപ്തിയടഞ്ഞ് അല്ലേ അള്ളാഹുവിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുന്ന
സംതൃപ്തിയോടുകൂടി മടങ്ങാൻ ആവശ്യപ്പെടുന്ന സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് വിളിച്ചു പറയുന്ന വിളി കേൾക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു മരണം സംഭവിക്കുമ്പോൾ വിളിച്ചു പറയുന്ന നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ നല്ലൊരു മനുഷ്യനായി മരിച്ചാലേ ഖുർആൻ പറയാ സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, കൊടുത്ത സദഖയുടെ, നിർവഹിച്ച സക്കാത്തിന്റെ, നമസ്കരിച്ച സുന്നത്ത് നമസ്കാരങ്ങളുടെ, ഫർളായ നമസ്കാരങ്ങളുടെ, ജമാഅത്ത് കളയാതിരുന്നതിന്റെ, പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ചെയ്തു കൂട്ടിയ ഒരുപാട് നിർബന്ധമായ ഇബാദാത്തുകൾ, അല്ലാത്ത ഐച്ഛികമായ കർമ്മങ്ങൾ എല്ലാം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന ബിമാ കുൻതും തഅമലൂൻ, പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലേക്ക് വാ, പൊയ്ക്കോ എന്ന് പറഞ്ഞ് നമ്മെ മരിപ്പിക്കുന്നൊരവസ്ഥ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ മരിപ്പിക്കുമ്പോൾ വിളിച്ചു പറയാം, ആ മനുഷ്യനെങ്ങനെ ഖബറിലേക്ക് വെക്കുമ്പോൾ, ആ മനുഷ്യനെ മരിപ്പിക്കുമ്പോൾ, ആ മനുഷ്യനെ കൊണ്ടുപോകുമ്പോൾ വിളിച്ചു പറയണ വിളി എന്താണെന്നറിയോ? അഫ്രിശൂഹു മിനൽ ജന്ന, ജന്നത്തിൽ നിന്ന് അവന് വേണ്ടി വിരിച്ചു കൊടുക്ക്. അഫ്രിശൂഹ്, അവന് വേണ്ടി വിരിക്ക്. മിനൽ ജന്ന, ജന്നയിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് വിരിക്ക്. വഅൽബിസൂഹു മിനൽ ജന്ന, അവൻ അണീപ്പിക്ക് സ്വർഗത്തിൽ നിന്ന്. വഫ്തഹൂ, തുറന്നു കൊടുക്കൂ. ലഹു, അവന് വേണ്ടി. ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിലെ കവാടം, സ്വർഗത്തിലേക്കുള്ള കവാടം. മലക്കുകളോട് പറയണേ, സ്വർഗത്തിലേക്കുള്ള കവാടം തുറന്നു കൊടുക്കൂ. സ്വർഗത്തിൽ നിന്ന് അണീപ്പിക്കൂ, സ്വർഗത്തിൽ നിന്ന് ധരിപ്പിക്കൂ, സ്വർഗത്തിൽ നിന്ന് വിരിച്ചു കൊടുക്കൂ. അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ ഇനി നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. സത്യത്തിൽ തൊണ്ടവേദനയും പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം മറന്ന് സർവശക്തനായ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയുള്ള ഈ കൊച്ചു കൊച്ചു സംസാരങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരായത്ത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഇനി മക്കൾ പലതും ചോദിക്കും, ബാപ്പാക്ക് സുഖമില്ല, ബാപ്പ പറയും ഇവിടെ വാ, 4 മക്കളും വരി, എൻ്റെ ബാങ്കിൽ ഇത്ര പൈസ ഉണ്ട്, പിന്നെ ഈ സ്വത്ത് 1 ഏക്കർ എൻ്റെതാ, 1 ഏക്കർ എൻ്റെതാ, ഇന്ന സ്ഥലത്തൊരു ബിൽഡിംഗ് ഉണ്ട്. വേറെ വേറെ വ്യത്യസ്തരായിരിക്കും പലരും, അതുകൊണ്ട് തർക്കിക്കരുത്. ആ ബിൽഡിങ് നിങ്ങൾ ഓഹരി വെക്കുമ്പോൾ അത് എല്ലാവർക്കും ഒറ്റ ബിൽഡിങ്ങേ ഉള്ളൂ, അതുകൊണ്ട് അത് വിറ്റിട്ട് ക്യാഷ് ഓഹരിച്ചോളി, അല്ലെങ്കിൽ അതൊരാളെടുത്ത് ഇതൊരാളെടുത്തോളി എന്നൊക്കെ പറയും. പലതും ചർച്ച ചെയ്യാനുണ്ടാവും. എന്നാൽ പരലോകത്തെക്കുറിച്ച് മക്കളോട്, നമ്മളെക്കാൾ വലിപ്പമുള്ള മോനോട് ചേർത്തു പിടിച്ച്, നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കുറ്റപ്പെടുത്തുന്നതിന് പകരം ഒന്ന് സ്നേഹത്തിൽ സംസാരിച്ച് നോക്കിയിട്ടുണ്ടോ? മോള് നമ്മളെക്കാൾ വലിപ്പമുണ്ട്, ഉമ്മ നിങ്ങൾ നൊന്ത് പ്രസവിച്ച മോനാണ്, ഗർഭപാത്രത്തിൻ്റെ 3 ഇരട്ടറക്കുള്ളിൽ പടച്ചവൻ തന്ന സംവിധാനത്തിലൂടെ വളർന്ന് പുറത്തു വന്നപ്പോൾ വലിയൊരു വേദന അനുഭവിച്ച് ആ കുഞ്ഞിനെ പ്രസവിച്ച ഉമ്മ, ആ ഉമ്മയോട് വലിയ കടപ്പാടുണ്ട്. 1 വട്ടം 2 വട്ടം 3 വട്ടമൊക്കെ കടപ്പാട് പറഞ്ഞു. ശരി, ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെക്കാൾ വലുപ്പമുള്ള നിങ്ങളുടെ മോൻ, കല്യാണം കഴിഞ്ഞ മോൻ, അവനെ കാണുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ച് അവൻ്റെ നെറ്റിത്തടത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ കുനിയാൻ പറഞ്ഞിട്ട് അവൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടോ? മോനെ, എൻ്റെ പ്രശ്നം എനിക്ക് പ്രശ്നമല്ല, ഞാൻ എൻ്റെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും, എൻ്റെ ആരോഗ്യം നീ ആലോചിച്ച് വിഷമിക്കേണ്ട, പക്ഷേ നീ നിൻ്റെ പരലോകത്തിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, പ്രിയപ്പെട്ടവരെ, ആ മരണ സന്ദർഭത്തിൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ഈ ആയത്ത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക ഈ വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി. അം കുൻതും ശുഹദാ, അം കുൻതും ശുഹദാ ഇദ് ഹളറ യഅഖൂബൽ മൗത്ത്. യാക്കൂബ് നബിക്ക് മരണമാസന്നമായ സന്ദർഭത്തിൽ കേട്ടോ അവിടെ ഹാജറുണ്ടായിരുന്നുവെങ്കിൽ ഇത് കേൾക്കാമായിരുന്നു. എന്താ യാക്കൂബ് നബി ചോദിച്ചെന്നറിയോ? ഇത് ഖാല ലിബനീഹി, യാക്കൂബ് നബി മക്കളോട് ചോദിച്ച സന്ദർഭം, മക്കളെ ഞാൻ പോവാണ്, എനിക്ക് തീരെ സുഖമില്ല, മരണത്തോട് അടുത്തുനിന്ന് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് മക്കളെ ഇന്ന കാര്യം, സ്വത്ത്, പൈസ, ധനം, അതൊന്നുമല്ല ചോദിച്ചത്, ഞാൻ പോവാണ്, ബാപ്പ കുറച്ച് പ്രയാസത്തിലാണ്, ഇനി കൂടുതൽ സമയം നിൽക്കുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് മക്കളെ എല്ലാവരും വരും, അടുത്തേക്ക് വാ, നിങ്ങളൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ ചോദിച്ചതറിയോ? മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ കാലശേഷം നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ആരാധന? നിങ്ങൾ ആരാധന എങ്ങനെയായിരിക്കും? ആരെയാണ് നിങ്ങൾ ആരാധിക്കുക? എന്തായിരിക്കും നിങ്ങളുടെ നിലപാട് എന്ന് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുമ്പോൾ ഖാലു, അവർ പറഞ്ഞു, നഅബുദു, ഞങ്ങൾ ആരാധിക്കും, ഇലാഹക്, നിങ്ങളുടെ ഇലാഹിനെ, വ ഇലാഹ അബായിക്, നിങ്ങളുടെ ഉപ്പമാരുടെ ഇലാഹിനെ, ഇബ്രാഹിമ വ ഇസ്മായില വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ,
അവരുടെയൊക്കെ ഏകനായ ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കും. വാപ്പ, ഞങ്ങളെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട മുസ്ലിങ്ങളായി ജീവിക്കും. ചോദിച്ചോ, നമ്മളെ മക്കളോട് ചോദിച്ചോ? ഇവിടുന്ന് മരിച്ചുപോയ നമ്മുടെ വാപ്പ നമ്മളോട് ചോദിച്ചോ? ഞാൻ പോവാണ്, സംസാരിക്കാൻ പറ്റിയ വാപ്പ? മെഡിക്കൽ കോളേജിൽ നിന്ന്, മിംസിൽ നിന്ന്, അല്ല വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വാപ്പാക്ക് സംസാരിക്കാൻ, ICUയിൽ കിടക്കണ വാപ്പാനെ സിസ്റ്റർമാർ വന്ന് പറഞ്ഞു വേണമെങ്കിൽ ഒന്ന് സംസാരിച്ചോളി എന്ന് പറഞ്ഞപ്പോൾ വാപ്പാക്ക് ഇങ്ങനെ സൂട്ടായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ക്ലിയറായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എന്താ സംസാരിച്ചത് വാപ്പ? നമ്മളെന്താ തിരിച്ച് സംസാരിച്ചത്? ചിന്തിച്ചോളി, ആലോചിച്ചോളി. ഞാൻ അവസാനിപ്പിക്കുന്നു. മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് സംസാരിക്കാമെന്ന് നിങ്ങൾക്ക് വാക്ക് തന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു സംസാരത്തെ അവസാനിപ്പിക്കുകയാണ്. ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്ക് ഈ സംസാരം ദൂരെ നിന്ന്, റോഡിലൊക്കെ നിന്ന് കേട്ടവർ, സ്റ്റേജിൽ നിന്ന് കാണാം, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എവിടെയെങ്കിലും ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റായി ഈ സംസാരത്തിലെ ഒരു വാക്കെങ്കിലും മാറിയാൽ, ഈ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് യാത്ര ചെയ്തത് അത് നമുക്ക് നഷ്ടമായില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇല്ല, ഇത് കേട്ടു, ചർച്ചകൾ നടക്കട്ടെ, ആലോചനകൾ നടക്കട്ടെ. ദഅവത്ത് എന്ന നിലക്ക് അള്ളാഹു ഇത് വലിയ പ്രതിഫലമുള്ള ഒരു വലിയ കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രബോധകന്മാരിൽ, പ്രഭാഷകന്മാരിൽ ശാരീരികമായ അസ്വസ്ഥതകൾ, അസുഖങ്ങൾ ഉള്ളവരുണ്ട്. അള്ളാഹുവേ, അവർക്ക് നീ ഭേദമാക്കി കൊടുക്കണേ അല്ല. ഞങ്ങളൊക്കെ സ്റ്റേജിൽ കയറുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും അറിയും. ഷിയാബടക്കരാറിന പെണ്ണ് നിങ്ങൾക്കൊക്കെ അറിയും, സ്ത്രീകൾക്കറിയും, കുട്ടികൾക്കറിയും, പുരുഷന്മാർക്കറിയും. ഞങ്ങളൊക്കെ സ്റ്റേജിൽ കയറുന്നതുകൊണ്ടാണ്. ചിലപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വെക്കാൻ ഇതിൻ്റെ നോട്ടീസ് ഒട്ടിച്ചവർ, അവരെ ചിലപ്പോൾ ആർക്കും അറിയില്ല, എനിക്കറിയില്ല, പക്ഷെ അള്ളാഹ്ക്കറിയും. അള്ളാഹുവേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഈ ഇങ്ങനൊരു പ്രോഗ്രാം, ഇത് നല്ലൊരു പ്രോഗ്രാമാണ്, ഒരു ഗ്രാമപ്രദേശത്ത് നല്ലൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. ഈ സ്ഥലം അനുവദിച്ച ഒരാളുണ്ടാവും, ആ സ്ഥലത്തിൻ്റെ ഉടമക്ക് അള്ളാഹു ആ അർഹമായ അതിനനുസരിച്ചുള്ള പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹുവേ, തൗഹീദിൻ്റെ പ്രബോധകന്മാരായ ഞങ്ങൾക്ക് അള്ളാഹുവേ, ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ പ്രബോധന രംഗത്ത് കേൾക്കാൻ ഇടയാവാറുണ്ട്, കേൾക്കാറുണ്ട്. അള്ളാഹുവേ, പഠിക്കുന്ന മനസ്സ്, ആക്ഷേപിക്കുന്നവർക്ക് പഠിക്കാനുള്ള മനസ്സ്, ആരോപിക്കുന്നവർക്ക് അള്ളാഹുവേ ഒന്ന് വായിക്കാനുള്ള മനസ്സ് അള്ളാഹുവേ നീ പ്രദാനം ചെയ്യണേ അല്ലാ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ അമാനി മൗലവിയെ പോലെയുള്ളവർ തഫ്സീർ എഴുതാൻ തുടങ്ങിയത് അമാനി മൗലവി ഒറ്റക്കല്ല, അവസാനിപ്പിക്കുമ്പോൾ അമാനി മൗലവി മാത്രമാണ് ബാക്കിയായത്. അതുകൊണ്ടാണ് അമാനി മൗലിയുടെ തഫ്സീർ എന്ന് പറയുന്നത്. അല്ലാതെ അമാനി മൗലവി ഒറ്റക്കല്ല ആ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ആ അമാനി മൗലിയുടെ തഫ്സീറിലൊക്കെ നമ്മുടെ ഇടയിൽ തർക്കമുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വായിക്കണം. ഞാനൊന്നും വായിക്കൂല, കേൾക്കൂല, അങ്ങനെ ചിന്തിക്കൂല, ഞാനിപ്പോൾ ഇങ്ങനെ ഈ പോകുന്ന പോക്ക് മതി എന്ന് തീരുമാനിക്കലല്ല മുസ്ലിമേ, മുസ്ലിമത്തായ സഹോദരി സഹോദര, നമ്മുടെ ഡ്യൂട്ടി പഠിക്കണം, വായിക്കണം. അതിനുള്ള നല്ല മനസ്സ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്, അത് ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്താനുള്ള സന്മനസ്സ് അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖീദ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിശ്വാസ ഭാഗങ്ങൾ, അതിന്നിവിടെ കൂടുതൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അത് ചർച്ച ചെയ്യുന്ന സംസാരങ്ങൾ നടക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, വീണ്ടും വീണ്ടും നിന്നോട് ചോദിക്കുകയാണ്, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടാവാം മനുഷ്യരെന്ന നിലക്ക്. റബ്ബേ, ഞങ്ങൾക്ക് നിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് വിട്ട് പുറത്ത് മാപ്പ് നൽകണേ അല്ലാ. ഫലസ്തീനിൻ്റെ മണ്ണിൽ വേദനിക്കുന്ന ഒരുപാട് മക്കൾ ഇന്നും നിലവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നിർത്തി സമാധാന കരാറിൽ ഒപ്പിട്ടു, വെടിനിർത്തലാക്കി എന്നൊക്കെ പറയുമ്പോഴും തിരിച്ചു വരുന്നവരെ നേരെ, നെഞ്ചിനു നേരെ ഉമ്മാൻ്റെ മുന്നിലിട്ട് 5ഉം 10ഉം വയസ്സുള്ള കുട്ടികളെ, അടുത്ത തലമുറയെ നശിപ്പിച്ചു തീർക്കാനുള്ള തീരുമാനവുമായി ഈ ജൂതലോബികളുടെ പട്ടാളങ്ങൾ അള്ളാഹുവേ ഈ തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ നീ ഒറ്റപ്പെടുത്തണേ അല്ലാ. നിന്റെ പരിശുദ്ധമായ 3 പള്ളികളിൽ ഒരു പള്ളി നിലകൊള്ളുന്ന സ്ഥലത്തിന് നീ കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവർക്കൊരു സ്വതന്ത്രമായ ഫലസ്തീൻ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായി ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ട്. റബ്ബേ, അവർക്ക് നീ എത്രയും പെട്ടെന്നുള്ള ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത
السميع العليم ربنا آتنا في الدنيا حسنة